ദൈവം ഒരിക്കൽ ഒരു ട്രിഗർ വലിച്ചാൽ അത് ഏറ്റവും ആദ്യം വെളിപ്പെടുന്നത് യഹൂദൻ്റെ ഇടയിലാണ്. കാര്യം ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ ക്ലോക്ക് യഹൂദന. 2, അത് സഭയിൽ വെളിപ്പെടും. കാര്യം ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ വാച്ച് സഭയാണ്. 3, അത് പൊതുലോകത്തിൽ വെളിപ്പെടും. കാര്യം ദൈവം പൊതുലോകത്തിൻ്റെ ആളാണ്. ഇനിയും കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് നമ്മൾ തൊട്ടെങ്കിലും പൂർത്തീകരിക്കാതെ വിട്ട ഒരു കൊച്ചു വിഷയം വേഗത്തിൽ അവതരിപ്പിച്ചു പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇസ്രയേലിൻ്റെ ഡിസ്ട്രക്ഷനെക്കുറിച്ച്, നാശത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41, 42 അധ്യായങ്ങളിൽ അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് കരഞ്ഞു. ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഈ നാളുകളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് എന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ വായിക്കുമ്പോൾ അല്പം കൂടെ വ്യക്തമാകും. അറ്റ്ലീസ്റ്റ് ഇൻ ദിസ് ദൈ ഡേ. ഇന്ന് ഒരു 29-ാം തീയതിയാണ്. 2023 ഒക്ടോബർ 23-ാം തീയതി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇന്നെങ്കിലും ഈ പ്രത്യേക ദിവസമെങ്കിലും എന്ന് എടുത്തു പറയുമ്പോൾ ഇതിന് എന്തോ ഒരു കണക്കുണ്ട് എന്നിരിക്കട്ടെ. ഇതുപോലെ യേശു ഒരു ദിവസം നിന്നുകൊണ്ട് പറയുന്ന പദമാണ് ഇപ്പോഴെങ്കിലും, ഇന്നെങ്കിലും നീ അത് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 29 വരെ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു 69 ആഴ്ചവട്ടത്തെക്കുറിച്ച് കാണാം. ഇന്നത് വായിക്കാൻ ഒക്കത്തില്ല. 69 ആഴ്ചവട്ടം. ദയവായി ഗൗരവമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊട്ടും മനസ്സിലാകത്തില്ല. ഇത് പ്രവചന ഭാഷയാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 62 ആഴ്ചവട്ടം കഴിഞ്ഞ് 7 ആഴ്ചവട്ടം എന്നിങ്ങനെ 2 ഘട്ടങ്ങളായി ഒരു 7 ആഴ്ചവട്ടത്തെയും ഒരു 62 ആഴ്ചവട്ടത്തെയും കാണാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടുന്നതാണ് 69. അതായത് യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ, ആ ദിവസം മറക്കരുത്, 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വതന്ത്രമായി എന്ന് പറയുന്നത് പോലെ ഒരു കൽപ്പന പുറപ്പെടും. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഒരു അഭിഷക്തൻ ഛേദിക്കപ്പെടും. ഇത് ദാനിയേൽ പ്രവചനം 9-ന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലാണ്. ഈ ദിവസം ഒന്ന് കണക്ക് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രവചനപ്രകാരം ഒരു പ്രവചന ദിവസത്തെ മനുഷ്യൻ്റെ ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. എസെക്കിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അതുണ്ട്. ഒരു പ്രവചന ദിവസത്തെ മനുഷ്യൻ്റെ, ഇസ്രയേലിൻ്റെ ഒരു വർഷമായി കണക്കാക്കും. ഇസ്രയേലിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് 360 ദിവസമേ ഉള്ളൂ. നമ്മുടെ ഒരു വർഷം 365.25 ദിവസമുണ്ട്. ഇസ്രയേലിൻ്റെ ഒരു ദിവസം 360 ദിവസമേ ഉള്ളൂ. എങ്കിൽ പ്രവചനത്തിലെ ഒരു ദിവസം എന്നുള്ളത് നമ്മുടെ 360 ദിവസങ്ങൾക്ക് തുല്യമാണ്. എങ്കിൽ 69 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയ്ക്ക് 7 ദിവസമാണല്ലോ. 69 × 7 = 483 പ്രവചന ദിവസങ്ങളാണ്. 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 360 ദിവസങ്ങൾ വെച്ച് 483 പ്രവചന ദിവസങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ 483 പ്രവചന ഡേയ്സ് ഇൻറ്റു, അതായത് 483 പ്രവചന വർഷങ്ങൾ ഗുണം 360 = 1,73,880 മാനുഷിക ദിവസങ്ങൾ. ഇനി ഞാൻ വ്യാഖ്യാനിക്കട്ടെ. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 1,73,880 ദിവസങ്ങൾ കഴിയുമ്പോൾ അഭിഷക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടും. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് BC 445 മാർച്ച് മാസം 14-ാം തീയതിയാണ്. നെഹമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണക്ക് അവിടെ ഉണ്ടെങ്കിലും ദിവസം അവിടെ കൊടുത്തിട്ടില്ല. നെഹമ്യാവിൽ ദിവസങ്ങളില്ല. ഈ ദിവസം നമ്മൾ തിരിച്ചറിയുന്നത് പേർഷ്യൻ കലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന, പേർഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അർത്ഥശിഷ്ട രാജാവ് നെഹമ്യാവിന് കൊടുത്ത കൽപ്പനയുടെ പകർപ്പ് കളിമൺ പലകയിൽ എഴുതിയത് അവിടെ ഇരിപ്പുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ദിവസം
BC 445 മാർച്ച് മാസം 14 എന്ന. അങ്ങനെയാണെങ്കിൽ BC 445 മാർച്ച് മാസം 14 മുതൽ 1,73,880 ദിവസങ്ങൾ കഴിയുമ്പോൾ അഭിഷക്തനായൊരു പ്രഭു ഛേദിക്കപ്പെടും. BC 445 മാർച്ച് മാസം 14 മുതൽ AD 32 ഏപ്രിൽ മാസം 6 ആകുമ്പോൾ ഈ 1,73,880 ദിവസങ്ങൾ തീരും. ചരിത്രപ്രകാരം യേശു യെരുശലേമിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന ഓശാന ഞായറാഴ്ച AD 32 ഏപ്രിൽ മാസം 6 പഴയ നിയമത്തിൻ്റെ ശക്തിയേറിയ പ്രവാചകന്മാരിൽ ഒരുവനായിരുന്ന ദാനിയേൽ വിളിച്ചു പറഞ്ഞു, യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. ഞാൻ പറഞ്ഞ പദത്തിൽ ഒരല്പം കൂടെ മോഡിഫിക്കേഷൻ വരുത്തട്ടെ. ദാനിയേൽ അല്ല പറഞ്ഞത്, ദാനിയേലിനോട് ഹെബ്രിയേൽ എന്ന് പറയുന്ന പദമാണ്. ദാനിയേലെ കേട്ട് ഗ്രഹിച്ചു, യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ, അതായത് BC 445 മാർച്ച് മാസം 14 മുതൽ 1,73,880 ദിവസങ്ങൾ കഴിയുമ്പോൾ അഭിഷക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടും. അന്നാണ് യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിന് നേരെ വരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം ഇത് വിശദീകരിക്കുന്നു. അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലാണ് യേശു പറയുന്നത്, യെരുശലേമേ, അറ്റ്ലീസ്റ്റ് ഓൺ ദൈ ദിസ് ഡേ, നിനക്ക് വേണ്ടി ദൈവം വിധിച്ച ഈ ദിവസമെങ്കിലും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിൻ്റെ കണ്ണുകൾക്ക് മറവായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ട്രിഗർ തൊടാൻ പോവുകയാണ്. ഒരു ട്രിഗർ തൊടുകയാണ് ഈ പ്രസ്താവന യേശു പറയുന്നത്. വേറൊരു ട്രിഗർ ഇന്ന് പകൽ തുടങ്ങുകയാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു ദിവസത്തിൽ നിങ്ങൾ വരികയാ. വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കുന്ന സമ്പൂർണ്ണതയിലേക്ക് പ്രവേശിക്കേണ്ട ദൈവത്തിൻ്റെ ട്രിഗർ വലിക്കപ്പെടുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഇന്നെങ്കിലും നീ അറിഞ്ഞ് ഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വിശദീകരിക്കാതെ പോയതാണ്. ഇനിയും കാൽക്കുലേഷൻ ഓഫ് 69 വീക്സ് ഞാനത് എടുത്തു കഴിഞ്ഞു. AD 32 ഏപ്രിൽ മാസം 6 മശിഹ കട്ട് ഓഫ് ചെയ്യപ്പെടും, റിജക്റ്റ് ചെയ്യപ്പെടും. യേശു യെരുശലേമിന് നേരെ നടന്നു വരുമ്പോൾ യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിന് നേരെയാണ് യേശു വരുന്നത്. പുതുതായി അഭിഷക്തനാകുന്ന രാജാവിനെ സ്വീകരിക്കേണ്ടതിന് കിഴക്കുവശത്തെ വാതിൽ തുറക്കണം. പുതുതായി അംഗീകരിക്കപ്പെടുന്ന മഹാപുരോഹിതനെ സ്വീകരിക്കേണ്ടതിന് കിഴക്കേ വാതിൽ തുറക്കപ്പെടണം. വേറെ സാധാരണ സന്ദർഭങ്ങളിൽ ഒന്നും കിഴക്കേ വാതിൽ തുറക്കുകയില്ല. യേശു ഒലിവുമലയുടെ പടിഞ്ഞാറ് ഇറക്കമിറങ്ങി യെരുശലേമിൻ്റെ കിഴക്ക്, ഇത് യെരുശലേമാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുകയാണ് ഒലിവുമല. ഒലിവുമലയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ യെരുശലേമിൻ്റെ കിഴക്കേ വാതിൽക്കിലേക്കാണ് വരുന്നത്. യേശു ഇറക്കമിറങ്ങി വരുമ്പോൾ വാതിൽ തുറക്കേണ്ടതിന് പകരം യഹൂദന്മാരുടെ പ്രമാണികൾ വിളിച്ചു പറഞ്ഞു, ഈ കുട്ടികൾ മിണ്ടാതിരിക്കുവാൻ അവരെ ശാസിക്ക്, ഞങ്ങൾ നിന്നെ അംഗീകരിക്കയില്ല. ആ സമയത്ത് നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയുന്ന പദമാണ്, നിനക്ക് വേണ്ടി നിയമിച്ച ഈ ദിവസമെങ്കിലും നീ തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ നീ അത് അറിയുന്നില്ല. ആകയാൽ നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നിന്നെ പൊളിച്ചു കളയുന്ന ഒരു നാൾ വരും. അന്ന് യഹൂദൻ യേശുവിനെ നിരസിച്ചു. അതേ ആഴ്ചയിൽ യേശു ക്രൂശിക്കപ്പെട്ടു. ഒരു ഞായറാഴ്ച അവർ യേശുവിനെ നിരസിച്ചെങ്കിൽ ആ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ, വ്യാഴാഴ്ച ആയിരിക്കണമെന്ന് ഞാൻ കരുതുന്നു, വെള്ളിയാഴ്ചയെന്ന് പൊതുലോകം കരുതുന്നു, ആ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ അതേ ആഴ്ചയിൽ യേശു ക്രൂശീകരിക്കപ്പെട്ടു. പക്ഷേ യഹൂദൻ തള്ളപ്പെട്ടു. AD 70 യഹൂദൻ തള്ളപ്പെട്ടു. ദൈവത്തിൻ്റെ വലിയ ട്രിഗറുകളിൽ ഒന്നായിരുന്നു ദാനിയേൽ 9 പ്രവചിക്കപ്പെട്ട് യേശു ലൂക്കോസ് 41 അധ്യായത്തിൽ ലൂക്കോസിൽ യേശു വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ട്രിഗറുകളിൽ ഒന്നായിരുന്നു ഹിസ്റ്ററിയെ രണ്ടായി തിരിക്കുന്ന ദിവസം. ബിഫോർ ഡെത്ത് ആൻഡ് ആഫ്റ്റർ ഡെത്ത്, ഡ്യൂറിങ് അന്ന ഡോമിനി, ഡ്യൂറിങ് ദ ഇയേഴ്സ് ഓഫ് ദ ലോർഡ്. ചരിത്രത്തെ നേരെ രണ്ടായി തിരിക്കുന്ന, AD എന്നും BC എന്നും ഭൂലോക ചരിത്രത്തെ രണ്ടായി തിരിക്കുന്ന, ലോകത്തെ മുഴുവനും ബാധിക്കുന്നത് മനസ്സിലാകുന്നല്ലോ, ഭൂലോക ചരിത്രത്തെ രണ്ടായി തിരിക്കുന്ന ദൈവിക ട്രിഗറിങ് പ്രസ്താവനയായിരുന്നു അത്. നമുക്ക് യഹൂദൻ്റെ ചരിത്രം നോക്കാം. യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞ ദൈവത്തിൻ്റെ സമയമായിരുന്നു. എന്തുകൊണ്ട്? യഹൂദൻ യേശുവിനെ തള്ളിയതിനാൽ ദൈവം യഹൂദനെയും തള്ളി.
യഹൂദൻ്റെ ചരിത്രത്തിൽ അത് പ്രസിദ്ധമാണ്. ഇനിയും സഭയ്ക്കുത്ഭവം കുറിച്ചത് ആ സംഭവത്താലാണ്. യഹൂദനെ തള്ളിമാറ്റിയ കാരണത്താൽ നമ്മെ അവിടേക്ക് അംഗീകരിക്കുകയായിരുന്നു. പുത്രസ്വീകാര്യം നമുക്ക് തരുവാൻ പിതാവായ ദൈവത്തിന് വിരഹിതമാകുകയും ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ തിരുസഭയെ താൻ അംഗീകരിക്കുകയും ചെയ്ത പൊതുലോകത്തിനും യഹൂദനും സഭയ്ക്കും ബാധകമായ ദൈവത്തിൻ്റെ സുപ്രധാന ട്രിഗറിങ്ങുകളിൽ ഒന്നാണ് നടന്നത്. ഇതുപോലൊരു ട്രിഗറിങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് യേശുവിൻ്റെ വരവാണ്. അവിടം വരെ ഞാൻ വേഗത്തിൽ വരട്ടെ. എനിക്കൊന്ന് ഈ ഒരു ഭാഗം അബ്സല്യൂട്ട്ലി ക്ലിയർ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. AD 70 യഹൂദനെന്ന അസ്ഥി തീർന്നു, ഉണങ്ങി വരണ്ടു വല്ലാതെയായി. അവർ വീണ്ടും തളിർത്തു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അത് വീണ്ടും ഒരു ട്രിഗറിങ് തന്നെയായിരുന്നു. ട്രൈബോൺസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, ഉണങ്ങിയ അസ്ഥിത്താഴ്വരയെക്കുറിച്ച്. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിത്താഴ്വരയുടെ കീഴിൽ മുൻപിൽ നിന്നുകൊണ്ട് പ്രവചിക്കുവാൻ ദൈവം എസെക്കിയേലിനെ തിരഞ്ഞെടുത്തു. എല്ലായിടത്തും എല്ലാവർക്കും പ്രവചിക്കാൻ ഒക്കത്തില്ല. പ്രവചിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ചില വിശ്വാസത്തിൻ്റെ ഗൗരവവും ധീരതയും വലിപ്പവും ഉള്ളവർക്ക് മാത്രമേ ചില ഏരിയകൾ പ്രവചിക്കാൻ ഒക്കത്തുള്ളൂ. എസെക്കിയേലിനെ ദൈവം കണ്ടെടുത്തേച്ച് പറഞ്ഞു, എസെക്കിയേൽ പ്രവാചക, അങ്ങേ ഈ തലമുറയിലേക്ക് ഞാൻ എഴുന്നേൽപ്പിച്ചതാ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നതിൽ ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഈ തലമുറയ്ക്ക് വേണ്ടി ഞാൻ എഴുന്നേൽപ്പിച്ചതാ. അങ്ങ് മിണ്ടാതിരിക്കരുത്. അങ്ങ് വാ, അസ്ഥിത്താഴ്വരയുടെ നടുവിൽ നടക്ക്. അങ്ങനെ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. എന്നെ ഒരു അസ്ഥിത്താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തി. അത് മുഴുവനും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, എത്ര പേര് പളുങ്ക് നദിയുടെ തീരത്ത് നടന്നിട്ടുണ്ട്. എസെക്കിയേൽ തന്നെ നടന്നിട്ടുണ്ട് പളുങ്ക് നദിയുടെ തീരത്ത്. യോഹന്നാൻ നടന്നിട്ടുണ്ട് പളുങ്ക് നദിയുടെ തീരത്ത്. ഇപ്പോഴടിയനെ കൊണ്ടുവച്ചത് ഈ ഉണങ്ങിയ അസ്ഥിത്താഴ്വരയുടെ നടുവിലാണോ? പ്രവാചക, അങ്ങിതിൻ്റെ നടുവിൽ നിന്നെങ്കിൽ മാത്രമേ ഈ അസ്ഥികൾ ജീവിക്കുള്ളൂ. ചിലതിന് ജീവൻ പകരേണ്ടതിന് ചില തകർച്ചകളുടെ മുമ്പിൽ കൊണ്ട് നിൽക്കപ്പെട്ട നാമം ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ധന്യരാണ്. കാര്യം ചിലത് പ്രവചിക്കുവാൻ ദൈവം അവിടെയാണ് ശക്തി പകരുന്നത്. പ്രവാചക, നീ പ്രവചിക്ക്. ആദ്യമേ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞ് ഈ അസ്ഥി ജീവിക്കുമോ? പ്രവാചക, ആ ഭാഗം മറക്കരുത്. ഞാൻ ഇപ്രാവശ്യം ഇവിടെ എടുത്തില്ല, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ എടുത്തപ്പോൾ പറഞ്ഞു, എന്നെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ഈ അസ്ഥികളുടെ നടുവിൽ ഒരിടത്ത് നിന്ന് കാഴ്ചയല്ല, ഒന്ന് നടന്ന് അനുഭവിക്കുക പ്രവാചക. ഞാനതിൻ്റെ നടുവിലൂടെ ചുറ്റി നടക്കത്തക്കവണ്ണം, എൻ്റെ കാലിലെ അസ്ഥിയുടെ ഉണങ്ങിയ അസ്ഥിയുടെ കഷണങ്ങൾ കൊണ്ട് കയറത്തക്കവണ്ണം, ഞാനതിൻ്റെ ദുരിതങ്ങൾ ദുഃഖഫലങ്ങൾ അനുഭവിക്കത്തക്കവണ്ണം എന്നെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി വെച്ച് പറഞ്ഞു, ഈ അസ്ഥി ജീവിക്കുമോ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു പദം ഓർമ്മയുണ്ട്. എവിടെയെങ്കിലും നല്ല അസ്ഥി ജീവിക്കുമോ? നല്ല ദൈവത്തിന് അറിയേണ്ടത് നീ ചവിട്ടുന്ന ഈ അസ്ഥി ബേഥേൽ 2023 നിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന്. ദൈവം അത്ഭുതം ചെയ്യുന്നവനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ദൈവം നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയാൻ ആർക്കും അറിയാൻ വയ്യാത്തത് അതല്ലടോ സാക്ഷി. താങ്കൾ ചവിട്ടിയ ഈ അസ്ഥി ജീവിക്കുമോ? താങ്കളുടെ കാലിൽ കൊണ്ടുകയറിയ ഈ അസ്ഥി ജീവിക്കുമോ? ഇതാ ദൈവത്തിന് അറിയേണ്ടത്. പ്രവാചക, ഈ അസ്ഥി ജീവിക്കുമോ? പ്രവാചകൻ എൻ്റെ വിശ്വാസം തുറന്നു പറഞ്ഞു, ഒരു പിടിയില്ല കർത്താവേ, അത്രയും പറയാൻ എനിക്കറിയാൻ വയ്യ, അങ്ങയ്ക്ക് മാത്രം അറിയാം. എനിക്കത് പ്രവചിക്കാനുള്ള വിശ്വാസം പോരാ. എനിക്കത് പ്രവചിക്കാനുള്ള വിശ്വാസം പോരാ. മൂന്നംഗട പ്രവാചകന്മാരിൽ ഒരുവനെ നിർത്തി, രണ്ടംഗട പ്രവാചകന്മാരിൽ ഒരുവനെ നിർത്തി. അണ്ടാക്കിടക്കുന്ന ശവം ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു നിവൃത്തിയുമില്ല പറയുവാൻ. ഒന്നാംഗട പ്രവാചകൻ വിളിച്ചു പറയും, അത് ജീവിക്കും. കാര്യം അവൻ്റെ വിശ്വാസം അത്രയുമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, സൗദി അറേബ്യയിൽ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. സൗദി അറേബ്യയിൽ ദൈവം പ്രത്യേകമായി നടത്തിയ ഒരു സാഹചര്യത്തിലാണ്. ഞാൻ ആ ഭാഗങ്ങൾ വിശദീകരിക്കത്തില്ല, ചുരുക്കത്തിൽ തൊട്ടു പറയുകയാണ്. ഞാൻ സൗദിയിൽ എത്തിയ ദിവസം എനിക്ക് നന്നായി അറിയാം, എന്നെ പിടികിട്ടിയാൽ അവർ പിടിച്ച് അവരുടെ ജയിലിലിടും. കാര്യം നോട്ടപ്പുള്ളിയാണ് ഞാൻ, എനിക്ക് നന്നായി അറിയാം. അവിടം വരെ ദൈവം കൊണ്ട് എത്തിച്ചു. ഞാൻ താമസിക്കുന്ന വീട്ടിൽ എനിക്ക് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, അപരിചിതരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുത്. കാര്യം നോട്ടപ്പുള്ളിയാണെന്ന് അവർക്കും അറിയാം. ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ സഹോദരൻ ഒരു 2 മണിക്കൂറത്തേക്ക് എന്നെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലാക്കിയ ശേഷം വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. എന്നോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായി ഒരു ടെലിഫോൺ കോൾ വന്നതുകൊണ്ട് ഓഫീസ് വരെ പോകാതെ ഒക്കത്തില്ല, പാസ്റ്റർ ഒറ്റയ്ക്കേ ഉള്ളൂ. ഏത് സാഹചര്യത്തിൽ ആര് വന്ന് മുട്ടിയാലും കതക് തുറക്കരുത്, അകത്തിരുന്നോണം, മാറി അങ്ങിരുന്നോണം.
ഞാൻ അതുപോലെ മാറി ഒരിടത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ കതകിന് എൻ്റെ അടുക്കൽ വന്ന് ബെല്ലടിച്ചു. തുറക്കരുതെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല, വിദേശയാത്ര ഒത്തിരി ആയതാണ്. എന്തോ വേണമെന്ന് എനിക്കറിയാം. എൻ്റെ അകത്ത് തുറക്ക് ആളിനെ കാണുക എന്നൊരു നിർബന്ധം. കണ്ടായാലും തുറക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എങ്കിലും ഇനി വീട്ടുകാരൻ തന്നെ വന്ന് ബെല്ലടിച്ചതാണോ എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ജനലിൻ്റെ അടുക്കൽ ചെന്ന്, കതകിൻ്റെ അടുക്കൽ നിന്ന് കുറേ മാറി ഒരു ജനലിൻ്റെ അടുക്കൽ ചെന്ന് കർട്ടൻ ഒരല്പം മാറ്റി ആ വാതിക്കൽ നിൽക്കുന്നത് ആരാന്ന് നോക്കാൻ ശ്രദ്ധിക്കുകയും ബെല്ലടിച്ച പുള്ളിത്തേണ്ട ഈ മാറ്റിയ കർട്ടൻ്റെ മുന്നിൽ വന്നു ഇവിടെ തുറക്കാൻ പറഞ്ഞു. തുറക്കണം എന്ന് എനിക്കുമൊരു തോന്നൽ. കണ്ടിട്ടൊരു ഇന്ത്യക്കാരനാണെന്ന് എനിക്ക് തോന്നി. തുറക്കണം എന്ന് എനിക്കുമൊരു തോന്നൽ. ഒരാത്മശക്തി എന്നിലേക്ക് വ്യാപരിച്ചു. എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ മുമ്പിലേക്ക് വന്ന ഫ്രണ്ടിൻ്റെ ഡോറ് തുറന്നു. ഈ മനുഷ്യൻ എൻ്റെ മുൻപിലേക്ക് വരികയും ഞാൻ ഭയന്നു. ആത്മാവിലാണ്, ശരീരത്തിലല്ല, ആത്മാവിൽ ഭയന്നു. തറയിലോട്ട് മുട്ടുകുത്തി. ആ മനുഷ്യൻ എൻ്റെ കൂടെ മുട്ടുകുത്തി വെച്ച് എന്നോട് പറഞ്ഞു, നിന്നെ സൗദിയിലേക്ക് ഇപ്രാവശ്യം കൊണ്ടുവന്നത് എൻ്റെ പ്രത്യേക നിയോഗമാണ്. നീ മടങ്ങി ചെല്ലുമ്പോൾ നിൻ്റെ കൈകൊണ്ട് മരിച്ച ഒരു വ്യക്തി ഉയർത്തിരിക്കും. എനിക്ക് തോന്നുന്നില്ല മൂന്നാംകട ശുശ്രൂഷകൻ അത് പറയുമെന്ന്. നാലാംകട പ്രവചകൻ അത് പറയത്തില്ല. പക്ഷേ പറയുവാനുള്ള വിശ്വാസം. തുടർന്ന് അദ്ദേഹം ചില സംഭവങ്ങൾ പറഞ്ഞു, ഇന്ന് വൈകിട്ട് 1000-ലധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന മീറ്റിങ്ങിൽ നീ പ്രസംഗിക്കാൻ പോവുക. സൗദിയിലോ? എന്നോട് പറഞ്ഞു 40 പേരിൽ കൂടുതൽ ഒരിക്കലും കൂടത്തില്ല. ബെഡ്റൂമുകളുടെ അകത്ത് സീൽ ചെയ്ത് അതിനകത്തിരുന്നായിരിക്കും മീറ്റിംഗ് നടത്തുന്നത്. 40 പേരിൽ കൂടുതൽ ഒരു മീറ്റിങ്ങിന് കാണത്തില്ലെന്ന് പറഞ്ഞ് 40 പേരുടെ മീറ്റിങ്ങിന് പോയി എന്നോടാണ് എൻ്റെ കൂടെ മുട്ടുകുത്തിയിരിക്കുന്ന പുള്ളി പറയുന്നത്, ഇന്ന് 1000-ലധികം ആളുകൾ കൂടുന്ന മീറ്റിങ്ങിൽ നീ പ്രസംഗിക്കും. ഞാൻ സൗദിയുടെ വാതിൽ തുറക്കാൻ നിന്നെ കൊണ്ടുവന്നതാ. സൗദിയുടെ വാതിൽ തുറക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് പ്രസംഗിക്കും. അല്പസമയം ദൂത് കഴിഞ്ഞു. എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് ഇടപെടുകയാണ്. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾ ആരാ സാറേ? തമിഴിൽ അദ്ദേഹം എന്നോട് ഇങ്ങനെ പ്രവചിച്ചത് മുഴുവനും തമിഴിലാണ്. തമിഴിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്, ഞാൻ സിലോൺകാരനാണ്. ഇവിടുത്തെ പാസ്റ്റേഴ്സ് വരുമ്പോൾ അവരോട് പറ രാജേന്ദ്രൻ വന്നിരുന്നുവെന്ന്. രാജകൊട്ടാരത്തിൽ കയറി രാജമാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ക്യാൻസർ പ്രാർത്ഥിച്ച് സൗഖ്യമാകുവാൻ ദൈവം ഉപയോഗിച്ചത് എന്നെയാണ്. രാജകുടുംബത്തോട് ദൂത് പറയുവാൻ പരസ്യമായി അല്ല, ഇന്നും രാജകുടുംബത്തിൽ കയറുന്ന രാജേന്ദ്രനാണ് ഞാൻ. പരിശുദ്ധാത്മ ഇടപെട്ടു, നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. കുറച്ച് നേരം കഴിഞ്ഞാൽ വീട്ടുകാരൻ മടങ്ങി വന്നു. ഞാൻ പറഞ്ഞു, ബ്രദർ, ഇങ്ങനെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ വന്നു. പുറത്ത് പിടിച്ചു, രാജേന്ദ്രൻ നമ്മുടെ വീട്ടിലോ? ഞാൻ പറഞ്ഞു, അതേ ബ്രദർ. ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് 1000-ലധികം ആളുകൾ കൂടുന്ന മീറ്റിങ്. ഞാൻ പറഞ്ഞു, രാജേന്ദ്രൻ പറഞ്ഞെങ്കിൽ നടക്കും. ഇവിടെ അങ്ങേരുടെ ബെഡ്റൂമിൽ ഞാൻ മുട്ടുകുത്തിയതിൻ്റെ തൊട്ടടുത്തുള്ള റൂമിൽ 40 പേരുടെ മീറ്റിങ്ങും വെച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പെട്ടെന്ന് അവരുടെ പാസ്റ്ററെ വിളിച്ചു വെച്ച് പറഞ്ഞു, പാസ്റ്ററെ, ഇങ്ങനൊരു സംഭവമുണ്ട്, രാജേന്ദ്രൻ വന്നു എന്ന്. അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഒരു ഫാം ഹൗസ് വാടകയ്ക്ക് എടുക്കാം. മിനിറ്റുകൾക്കകം പാസ്റ്റേഴ്സ് അന്യോന്യം സംസാരിച്ചു. അന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് 1200-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. പ്രവചിക്കണമെങ്കിൽ പ്രവാചക ഒരു വിശ്വാസം വേണം. ഇന്ന് പകൽ വിശ്വാസമുള്ള ചില സ്ഥിരന്മാരെ പ്രവചിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. എസക്കിയേലേ, അങ്ങേ ഈ അസ്ഥിത്താഴ്വരുടെ നടുവിൽ കൊണ്ടുവരുവാൻ കാര്യം അങ്ങയുടെ അകത്തേക്ക് ഞാൻ വിശ്വാസം പമ്പ് ചെയ്തതാ. ഇന്ന് പകൽ പമ്പ് ചെയ്യപ്പെട്ട വിശ്വാസം അകത്തുള്ള ചിലർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയ്ക്ക് വിശ്വാസം തികയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയുന്ന വാചകങ്ങൾ പ്രവചിക്ക്. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുക. ഓ ഗോഡ്, ഇങ്ങനെ ആദ്യം പ്രവചിക്കുന്നത് ഉണങ്ങിയ അസ്ഥിയോടാ. കുറച്ചു നേരം പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നീ കാറ്റിനോട് പ്രവചിക്ക്. വിശുദ്ധ പൗലോസ് പുതിയ നിയമത്തിൽ പറയുമ്പോൾ കാറ്റിനോട് പ്രവചിക്കുന്നവൻ ഭോഷനാ. അതെ, നീ എനിക്ക് വേണ്ടി ഒന്ന് ഭോഷനാക്. കാറ്റിനോട് പറ, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ ഊതുക. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ശ്വാസം 4 കാറ്റുകളിൽ നിന്ന് സഭയുടെ മേൽ ഇറങ്ങി വരേണ്ടതിന്, ആഗോള വ്യാപകമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബേഥേലൈറ്റ്സിന്റെ മേൽ ഇറങ്ങി വരേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ ഒരു കാറ്റിന്റെ ചലനം നടക്കട്ടെ. ഒരു കാറ്റിന്റെ ചലനം നടക്കട്ടെ. പ്രവാചക പ്രവചിക്ക്. ഹല്ലേലൂയ. അദ്ദേഹം വെളിപ്പാടിൽ പറയുകയാ, ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസ്ഥികൾ സൈന്യമായി മാറി.
ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ടതാ. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസ്ഥികൾ സൈന്യമായി മാറി. സംഭവം നടന്നത് 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഭാവി കാലത്തെക്കുറിച്ച് പ്രവചിച്ചിടുവാൻ ചിലരെ കൂടെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നീണ്ടകാലം നീണ്ടു നിൽക്കുന്ന പ്രവചനങ്ങൾ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ 2-3 മാസമായി പരിശുദ്ധാത്മാവ് ആവർത്തിക്കുകയാണ്. ദീർഘകാലം ആയുസ്സുള്ള ദീർഘമേറിയ പ്രവചനങ്ങൾ പറഞ്ഞിടുവാൻ ഈ തലമുറയിൽ നിന്ന് ദൈവത്തിന് ചിലതിനെ വേണം. ഉണങ്ങിയ അസ്ഥികൾ എഴുന്നേറ്റു, സൈന്യമായി മാറി. ഇസ്രായേൽ ഇന്നൊരു ഭാരമേറിയ കല്ലാന്ന് നമ്മൾ കണ്ടു. 1917 നവംബർ മാസം 2-ാം തീയതി ബാൽഫർ ഡിക്ലറേഷനിലൂടെ ഇസ്രായേലിൻ്റെ ഒരു ഭാഗം സ്വതന്ത്രമായി ഇസ്രായേലിന് വിട്ടുകൊടുക്കുവാൻ, രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഇസ്രായേലിന് വിട്ടുകൊടുക്കുവാൻ ഉത്തരവായി. തൻ്റെ അല്ലൻബായി ഡിസംബർ 11-ാം തീയതി ആ ഭാഗങ്ങൾ കരസ്ഥമായി. ദൈവത്തിൻ്റെ ട്രിഗറിങ് തുടരുകയാണ്. ലോകജാതികൾ വിവരമറിഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാ ദിവസങ്ങളിൽ ഭൂമിയുടെ മാപ്പ് ഷെയ്ക്ക് ചെയ്ത് മാറ്റി. പണ്ട് ബ്രിട്ടൻ ഭയങ്കര രാജ്യമായിരുന്നല്ലേ, ലോകമസ്തമിക്കാത്ത സാമ്രാജ്യം. എന്നെ പറ്റി ബ്രിട്ടനെ എൻ്റെ ഭാഷയിൽ എന്നും പറയും ഇട്ട പോലെ ചുരുങ്ങാൻ കാര്യം എന്നാടൂ. ദൈവം ഭൂലോകത്തിൻ്റെ മാപ്പ് ഷെയ്പ്പ് ചെയ്തു, റീഷെയ്പ്പ് ചെയ്തു. രാഷ്ട്രങ്ങൾ പകുക്കപ്പെട്ടു. 180ഓളം രാജ്യങ്ങൾ പുതുതായി നിർമ്മിക്കപ്പെട്ടു. ഒരുപാട് കോളനികൾ നഷ്ടമായി. ഒരുപാട് കോളനികൾ പോയി. തീയമ്പുകളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടു. ഇന്നും ചില തീയമ്പുകൾ എഴുന്നേൽക്കുമ്പോൾ അവിടെയും ഇവിടെയും ഹമാസിൻ്റെ ആ അമ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ വിശദീകരിച്ചതാണ്. ചില തീയമ്പുകൾ എഴുന്നേൽക്കുമ്പോൾ ദൈവജനം ജാഗരൂകരായിരിക്കട്ടെ. ഇതെങ്ങും ആരെ ഒന്നും ചെയ്യുന്നതല്ല. എവിടെയും തീയിടാൻ വേണ്ടി ശത്രു അയച്ചതാണ്. ശത്രുവിൻ്റെ സകല തീയമ്പുകളെയും ചെറുക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച പിടിക്കുവാൻ, വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് ചിലരൂടെ ഇറങ്ങട്ടെ. വിശ്വാസത്തിൻ്റെ പരിച ഉയർത്താം. ആ പരിച തട്ടി ഇത് മുഴുവനും തകരുകയേ ഉള്ളൂ. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫിനിഷ് ചെയ്തതാണ്. ഇനി ഇസ്രായേൽ നടക്കുന്ന പ്രശ്നം എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ ഹോളി ആൻഡ് എ കോമൺ. സാമാന്യ ജനവും വിശുദ്ധന്മാരും തമ്മിലുള്ള ഒരു യുദ്ധം, സാമാന്യവും വിശുദ്ധവും തമ്മിലുള്ള ഒരു പോരാട്ടം. ഞാൻ ഒരുപാട് പ്രാവശ്യങ്ങളിൽ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ മലയാളത്തിൽ വിശുദ്ധമെന്നതിൻ്റെ എതിർപദം അശുദ്ധമെന്ന, ബൈബിളിൽ അങ്ങനെ അല്ലെന്നറിയാമോ? വിശുദ്ധമെന്നതിൻ്റെ എതിർപദം സാധാരണമെന്ന. ഞാൻ ആരോടും ദോഷമൊന്നും ചെയ്യുന്നില്ല, പറഞ്ഞത് തന്നെ മഹാദോഷമാണ്. ഞാൻ ആർക്കും ഒരു ദോഷവും കാണിക്കുന്നില്ല, പറഞ്ഞത് തന്നെ മഹാദോഷമാണ്. വിശുദ്ധമെന്നതിൻ്റെ എതിർപദം തിരുവചനത്തിൽ സാമാന്യമെന്ന. സാധാരണക്കാരൻ ജീവിക്കുന്നത് പോലെ ഞാൻ ജീവിച്ചാൽ അതിൻ്റെ അർത്ഥം തിരുവചനപ്രകാരം ഞാൻ അശുദ്ധനാണെന്ന. സാധാരണക്കാരൻ്റെ സംസാരം, സാധാരണക്കാരൻ്റെ ഇടപെടൽ, സാധാരണക്കാരൻ്റെ കൊടുക്കവാങ്ങൽ, ഇത് മുഴുവനും ദൈവത്തിന് അശുദ്ധമാണ്. സാമാന്യവും വിശുദ്ധവും തമ്മിലുള്ള യുദ്ധമാണ് യെരുശലേമിൽ നടക്കുന്നത്. അബ്രഹാം ഇറാഖിൽ നിന്ന് വന്നയാളാണ്. ഇസഹാക്കും ഇസ്മായേലും 2 കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് ജനിച്ചു. ഇവന്മാർ തമ്മിൽ അടി തുടങ്ങി. ഇസഹാക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം ജനിച്ച വിശുദ്ധ സന്തതിയാണ്. ഇസ്മായേൽ സാധാരണ ജീവിതത്തിൽ ജനിച്ച സാധാരണക്കാരനാണ്. ഇസ്മായേലിൻ്റെ ജനനം പാപമായിരുന്നു എന്ന് സാധാരണഗതിയിൽ പറയാനൊക്കത്തില്ല. അക്കാലത്തൊരു വീടിൻ്റെ യജമാനന് തൻ്റെ ഭാര്യയുടെ അനുവാദത്തോടുകൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ അറിവോടുകൂടെ ദാസിയിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചാൽ അത് തെറ്റല്ല. ഇവിടെ ഭാര്യയുടെ സജഷൻ പ്രകാരം ഭാര്യ പറഞ്ഞതനുസരിച്ച് ദാസിയിൽ നിന്നൊരു മകൻ ജനിച്ചു. അത് വെറും സാമാന്യമാ, അന്നത്തെ സാഹചര്യത്തിൽ ശുദ്ധ സാമാന്യമാ. പക്ഷെ ദൈവത്തിനത് പോരായിരുന്നു. ഒരു വിശുദ്ധ സന്തതിയായിരുന്നു ദൈവത്തിന് വേണ്ടത്. ഇസഹാക്കിനെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചു. ഇസ്മായേലിന് അനുഗ്രഹം വേണം എന്ന് അദ്ദേഹവും പറഞ്ഞു. അവകാശങ്ങൾ ഇസഹാക്കിൻ്റെ വകയായിരുന്നു, അത് ഇസ്മായേലിന് വേണം എന്ന് ഇസ്മായേൽ പറഞ്ഞു. അബ്രഹാമിന് പറ്റിയ മിസ്റ്റേക്കായിരുന്നു ഹാഗാറിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചത്. ആ ജനനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇവിടെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ആരായിരുന്നു ഇതിൻ്റെ കൗൺസിലിംഗ് പറഞ്ഞത് ഹാഗാറിൽ നിന്നൊരു കുഞ്ഞുണ്ടാകട്ടെ എന്ന്? അതിന് അർഹതപ്പെട്ട ഹാഗാറിൻ്റെ യജമാനത്തിയായ അബ്രഹാമിൻ്റെ ഭാര്യയായ, കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന വാഗ്ദത്വമുള്ള സാറ. കംപ്ലീറ്റ്ലി ലീഗലാണ്. ഞാൻ ആ കാര്യമാണ് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ സാഹചര്യമല്ല. അന്നത്തെ സാഹചര്യത്തിൽ 100% ലീഗലാണ്. പക്ഷേ എല്ലാ കൂട്ടാളികളും കൊണ്ടുവരുന്ന കൗൺസിൽ പലപ്പോഴും ശരിയായെന്ന് വരത്തില്ല.
വേദപുസ്തകത്തിലെ ആദ്യത്തെ പാപത്തിൻ്റെ ആരംഭം ഔവായിൽ നിന്നാന്ന് മറക്കരുത്. ആദം ഗൗരവമായി വിശദീകരിച്ചു, എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് നീ തന്ന ഈ സ്ത്രീ. സാധാരണ ഒരാളല്ല പറഞ്ഞത്, എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് നീ തന്ന ഈ സ്ത്രീ. ഔവ പറഞ്ഞത് കേട്ടാ ഞാൻ ചെയ്തത്. കർത്താവ് പറഞ്ഞു, എങ്കിലും ആദമേ, എൻ്റെ സാന്നിധ്യത്തിൽ കഴിയുന്ന നീ സാധാരണക്കാരിൽ നിന്നായിരുന്നില്ല അഭിപ്രായങ്ങൾ വാങ്ങേണ്ടത്. പലയിടത്തും നാം കേൾക്കുന്ന അഭിപ്രായങ്ങൾ ആരിൽ നിന്ന് എന്ന് ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം. അവർ ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ട് പ്രാപിക്കേണ്ടതിന് നാം സാമാന്യത്തിൽ പോകരുത്. വിശുദ്ധമായ ഇതിലേക്ക് മാറുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ ഹോളി ആൻഡ് ദ കോമൺ, ലെറ്റ് us take the counsel of God only. ദൈവത്തിൻ്റെ ആലോചന മാത്രം നമുക്ക് ഏറ്റെടുക്കാം. പാസ്റ്റേഴ്സിന് ആലോചന കൊടുക്കുന്ന ആലോചന സഭയുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്ന കൗൺസിലേഴ്സ് ഉണ്ട്. ഏറ്റെടുക്കേണ്ടത് ഏത് എന്നറിയാവുന്നവർക്കായി സ്തോത്രം. നമുക്ക് സാമാന്യമായി ഇത് വിട്ട് ദൈവത്തോട് അടുത്തു വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇനിയും ഈ സാമാന്യവും വിശുദ്ധവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കണം. അതിനകത്ത് 4-ാമത്തെ വാക്യം ഗൗരവമേറിയതാണ്. ആർക്കെങ്കിലും ആ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ സാധാരണ വാക്യങ്ങൾ വായിപ്പിക്കാറില്ല. എന്നിട്ടൊരു മെസ്സേജ് തീരണമെങ്കിൽ ഒരാഴ്ച എന്ന് കണക്ക് കൂട്ടുന്നത് 3 ആഴ്ച എടുക്കും തീർന്നു വരാൻ വേണ്ടി. കാര്യം കയറി നിന്ന് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അതുവഴിയും ഇതുവഴിയുമൊക്കെ പല ലൈനുകളിൽ കൂടെ വിടുന്നത് കൊണ്ടാണ്. എങ്കിലും 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം ദയവായി വായിക്കാം. അതിൽ 4-ാമത്തെ വാക്യം ഞാനിവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് യഹൂദനെ കുറിച്ചാണ്. പല വ്യാഖ്യാനങ്ങളുണ്ട്, പല വ്യാഖ്യാനങ്ങൾ. ദൈവവചനം അതിൻ്റെ വ്യാഖ്യാനത്തിനൊരു കണക്കുമില്ല. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. നന്നായി വ്യാഖ്യാനിക്കുന്നവർക്കായി സ്തോത്രം. യഹൂദനെയാണ് പ്രധാനമായും ഇത് ചിത്രീകരിക്കുന്നത്. മഹാസർപ്പം എന്ന് പറയുന്നത് പഴയ പാമ്പായ പിശാചാണ്. ജനിപ്പാനിരിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. ആ സ്ത്രീയോട് ക്രുദ്ധിച്ചു. കാര്യം, ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. സ്ത്രീയുടെ സന്തതിയായി ലീഗൽ ബോഡിയിൽ ജനിക്കുന്ന ഒരു ശിശു സർപ്പത്തെ തകർക്കുമെന്നുള്ള പഴയ നിയമ വ്യാഖ്യാനങ്ങൾ പൂർത്തീകരിക്കേണ്ടതിന് ഇറങ്ങി വരുന്ന യേശുവിൻ്റെ ജനനത്തെ തടയേണ്ടതിന് യഹൂദജാതിയെ മുടിച്ചില്ലാതെയാക്കുവാൻ എത്രയോ രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. രാജാക്കന്മാർ ഒരുമിച്ച് ശ്രമിച്ചു. 1-ാമത്തെ വരവെങ്കിൽ അത് നടന്നെങ്കിൽ 2-ാമത്തെ വരവിലും അത് തന്നെയാണ്. സഭയിലേക്കാണ് യേശുവിൻ്റെ പ്രത്യാഗമനം ഉണ്ടാകേണ്ടത്. സഭയെ മുടിച്ച് നശിപ്പിക്കുവാൻ, സഭയുടെ വിശുദ്ധിയെ ഇല്ലാതെയാക്കുവാൻ, സഭയെ സാധാരണക്കാരെ പോലെ ആക്കുവാൻ ഒരു ശ്രമം നടക്കും. ഈ ശിശു വരുന്നതിന് മുന്നമേ യഹൂദനെ നശിപ്പിച്ച് കളയുവാൻ മഹാസർപ്പം അതിൻ്റെ വായിൽ നിന്ന് വെള്ളമൊഴുക്കി. തേണ്ട വിശുദ്ധവും സാമാന്യവും തമ്മിലുള്ളൊരു യുദ്ധമാണ്. അതാണ് ഇന്നത്തെ യുദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്നത്, ഇസ്രയേലുമായ യുദ്ധം. AD 135 റോമൻ ചക്രവർത്തിയായിരുന്ന അഡ്രീൻ എന്ന വ്യക്തിയാണ് ഇതിന് ഫെലിസ്ത്യ എന്ന് പേരിട്ടത്, ഫെലിസ്ത്യ നാട് എന്ന് പേരിട്ടത്. AD 117 മുതൽ 138 വരെ ആ മനുഷ്യൻ ഭരിച്ചിരുന്നു. ഇദ്ദേഹം റോമൻ ചക്രവർത്തിയായിരുന്നു. യഹൂദനെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരുന്നു. അതിനുവേണ്ടി യഹൂദന് അവൻ്റെ നാടിനോട് അവജ്ഞ തോന്നേണ്ടതിന് യഹൂദ നാടിനെക്കുറിച്ച്, ഇസ്രയേലിനെക്കുറിച്ച്, അന്ന് വരെ ഇസ്രയേൽ എന്നാണ് വിളിച്ചിരുന്നത്. എനിക്ക് ഒത്തിരി ഡീറ്റെയിൽ ഉണ്ട്. ഇസ്രയേൽ എന്ന് വിളിച്ചിരുന്ന ആ നാടിനെ ഫെലിസ്ത്യൻ്റെ നാട് എന്നർത്ഥം വരുന്ന ഒരു പേരിൽ പലസ്തീന എന്ന് അദ്ദേഹം നാമകരണം ചെയ്തു. യഹൂദന് തൻ്റെ നാടിനോട് അവജ്ഞ തോന്നി. യഹൂദന് തൻ്റെ നാടിനോട് അവജ്ഞ തോന്നി. ഇന്നും നാടിനോട് അവജ്ഞ തോന്നത്തക്കവണ്ണം പേരുമാറ്റങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് പുതുമയൊന്നുമില്ല എന്നെൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയട്ടെ. ഇത് പണ്ടു മുതലേ ഉള്ള പൈശാചിക തത്രമാണ്. അതിൻ്റെ അർത്ഥം പേരൊന്നും പോകത്തില്ല, ദൈവമിട്ട പേര് മാറത്തില്ല. അത് ഇസ്രയേൽ എന്ന് തന്നെ തിരിച്ചു വന്നു. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഇന്നത്തെ 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ഒന്ന് തൊടാൻ പോകുകയാണ്. 3-ാം ലോക മഹായുദ്ധം ആരൊക്കെയായിരിക്കും അതിനകത്തെ പ്രധാന പാർട്ടികൾ? ഒന്ന്,
ജെൻഡൈൽസ്, സകല ജാതികളും. മറുവശത്ത് അബ്രഹാമിൻ്റെ മക്കൾ. അബ്രഹാം എന്തിനു വേണ്ടിയാണ് മൂന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്? ടു എലിമിനേറ്റ് ജെൻഡൈൽസ് ആഫ്റ്റർ ഗിവിംഗ് ദം ദ ഫുൾ ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ ഈ ഭാഗം വിശദീകരിക്കും. ജാതികളെ പലതായി ദൈവം വിഭജിച്ചു കളഞ്ഞു. മനുഷ്യൻ്റെ മൂന്നാമത്തെ വീഴ്ചയിൽ ഞാനിത് വിശദീകരിക്കും. മനുഷ്യൻ്റെ മൂന്നാമത്തെ വീഴ്ചയിൽ കണ്ട സകലമാനമായ വീണുപോയ ദൂതന്മാരുടെയും പേരിൽ ഈ ഭൂമിയെ പകുക്കുകയും ആ ദൂതന്മാർക്ക്, അല്ലെങ്കിൽ ലോവർ പവേഴ്സ്, ലെസർ പവേഴ്സ്, ദൈവത്തെക്കാൾ താഴെ ശക്തിയുള്ള ഒരു കൂട്ടം ശക്തികൾക്ക് ദൈവം ഈ ജാതികളെ പകുത്തു കൊടുക്കുകയും അന്ന് ഞാൻ പറഞ്ഞ ഭാഷയിൽ വിറ്റുകളയുകയും ചെയ്തു. ദൈവം അവരെ വിറ്റുകളഞ്ഞതോടുകൂടെ പലതായിട്ട് ചെതറിച്ചാണ് വിറ്റത്. എന്നാൽ അവർ പറയും, ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് ചേർന്ന് ഭരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ദൈവത്തെ തോപ്പിച്ച് കളഞ്ഞേനെ. മോനെ, ഒരുമിച്ച് കൂടടാ, UN ഫോം ചെയ്യടാ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി യുദ്ധത്തിന് വാ. പക്ഷേ ഞാൻ അബ്രഹാമിനെ ഒറ്റയ്ക്ക് നിർത്തും. നിന്നെ മുഴുവനും ജാതികളെ ഒരുമിച്ച് നിർത്തി ഞാൻ നിന്നെ നശിപ്പിച്ച് കളയും. അബ്രഹാമിനെ കൊണ്ട് ഞാൻ ചെയ്യും. ടു എലിമിനേറ്റ് യു, നിങ്ങളെ നിഷ്കാസനം ചെയ്യുവാൻ, എടുത്തു കളയുവാൻ. മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പർപ്പസ് അതാ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദൈവിക പർപ്പസ് നഷ്ടപ്പെട്ട രാജ്യത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ ബോധം ഇസ്രായേലിന് കൊടുക്കുകയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് ഏത് ലോകമഹായുദ്ധവും നഷ്ടമാണെന്നറിയാമോ? ഏത് യുദ്ധവും നഷ്ടം. ആരും അതുകൊണ്ടൊന്നും നേടത്തില്ല. എല്ലാവർക്കും നഷ്ടമേ ഉള്ളൂ. എന്നാൽ പിന്നെ അങ്ങ് ചെയ്യാതിരുന്നു കൂടെ? എടോ, ചെയ്യാതിരിക്കണമെങ്കിൽ നീ തന്നെ പറഞ്ഞാൽ ഒക്കത്തില്ല. യജമാനനോടൊന്ന് പറയണം. യജമാനൻ പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം അയക്കാൻ പോയി. എന്തിനാണെന്നറിയാമോ? രാജ്യം നഷ്ടപ്പെട്ട യഹൂദന് രാഷ്ട്രീയ ബോധം കൊടുക്കുവാൻ, സയോണിസ്റ്റ് സംഘത്തെ എഴുന്നേൽപ്പിക്കുവാൻ ഒന്നാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധം അയച്ചത് എന്തിനാണെന്നറിയാമോ? നഷ്ടപ്പെട്ട രാജ്യം ഇസ്രായേലിന് മടക്കി കൊടുക്കുവാൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാഷ്ട്രീയ ബോധം കൊടുത്തു, രണ്ടാം ലോക മഹായുദ്ധത്തിൽ രാജ്യം കൊടുത്തു. എന്തിനാ മൂന്നാം ലോക മഹായുദ്ധം എന്നറിയാമോ? ഇതര സാമ്രാജ്യങ്ങളെ തുടച്ചു മാറ്റി യെരുശലേം ഹെഡ് ക്വാർട്ടേഴ്സാക്കി അബ്രഹാമിൻ്റെ സന്തതി ക്രിസ്തുവിൻ്റെ കീഴിൽ ഭരിക്കുന്നതിന് വേണ്ടി മൂന്നാം ലോക മഹായുദ്ധം നടക്കും. ടു ഇറാഡിക്കേറ്റ്. ഒടുവിൽ ദ എൻഡ് റൂൾഡ് ഗോഡ് ക്രിയേറ്റഡ് എർത്ത് ഫോർ 1000 years. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് തിരികെ പിടിച്ച്, ആ പദമൊക്കെ ഓർമ്മയുണ്ടായിരിക്കും, നമ്മളിവിടെ എത്ര പ്രാവശ്യം എടുത്തതാ. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് തിരികെ പിടിച്ച് യെരുശലേമിനെ ഹെഡ് ക്വാർട്ടേഴ്സാക്കി 1000 കൊല്ലം ഇവിടെ ഭരിക്കതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റായ എൻഡ്. ഇതിൻ്റെ അവിടം കൊണ്ട് ഇത് തീരത്തുള്ളൂ. നമ്മൾ വീണുപോയ മൂന്നാമത്തെ വീഴ്ചയെക്കുറിച്ച് കണ്ടു. നിമ്രോദ് എന്ന രാജാവായിരുന്നു മൂന്നാമത്തെ വീഴ്ചയുടെ പ്രധാനയാളായി മുൻപിൽ നിന്നയാൾ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, കാർമേഘമണ്ഡലങ്ങൾക്ക് മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടാവുന്ന ആ പൈശാചിക മണ്ഡലത്തെ, മാജിക്കൽ ഹെവൻസിനെ ആകർഷിച്ച് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് ലോകരാജ്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ഭരിപ്പിക്കുവാൻ അവൻ്റെ ചിഹ്നങ്ങളുള്ളവർ ചിഹ്നങ്ങളുമായി നാനാ ദിക്കിൽ നിന്ന് വരട്ടെ, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നു. അവിടെ ദൈവം ജാതികൾക്ക് വേണ്ടി ജനത്തെ വിറ്റുകളഞ്ഞു എന്ന് നമ്മൾ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 11:4 അതുണ്ട്. അത് വിശദീകരിക്കാൻ എനിക്കൊക്കത്തില്ല. ഞാൻ അതിൻ്റെ വിശദീകരണമാണ് പറഞ്ഞത്. കാർമേഘമണ്ഡലങ്ങൾക്ക് മുകളിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടാവുന്ന വീണുപോയ ദൂതന്മാരുടെ ഒരു ലോകമുണ്ട്. ഈ മന്ത്രവാദം കൊണ്ടും ആഭിചാരം കൊണ്ടും പലതും സാധിക്കുമെന്ന് പറയുന്ന എൻ്റെ പ്പെട്ടവരെ കേട്ടോ, അത് ദൈവശക്തി അല്ല, വീണുപോയ ചില ദൂതന്മാരുടെ ശക്തിയാൽ നടക്കുന്നതാണ്. എന്നാൽ ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സേവിക്കുന്നതിനാൽ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ആഭിചാരത്തിന് കട്ടിയുള്ള കെട്ടുകളിൽ കെട്ടുകിടക്കുന്ന ചിലതിനെ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാകുവാൻ ഇവിടെ ഞാൻ ആജ്ഞാപിക്കുക. അന്ന് ദൈവം ജാതികൾക്കായി രാജ്യത്തെ വിറ്റുകളഞ്ഞു. ആ നിമ്രോദിന്റെ കാലത്തുണ്ടായിരുന്ന വലിയ ഗോപുരത്തിന്റെ മുകളിൽ സോഡിയാക് ചിഹ്നങ്ങൾ വെച്ച്, സോഡിയാക് ചിഹ്നങ്ങളെ ഇനി വിശദീകരിക്കാൻ എനിക്കൊക്കത്തില്ല, വീണുപോയ ദൂതന്മാരുടെ ലോകവ്യാപകമായ ചില ചിഹ്നങ്ങൾ കൊണ്ട് വെച്ച് ആ ചിഹ്നങ്ങൾ കൊണ്ട് ആകർഷിക്കുവാൻ, ചിഹ്നങ്ങൾ പരത്തിവെക്കുവാൻ ഇന്ന് ചെയ്തു കേട്ടോ. ഭൂമിയിൽ നടക്കുന്ന മിക്ക മനുഷ്യൻ്റെയും തലയിലും മുഖത്തും മുതുകിനും പച്ചകുത്തിയും അവിടെയും ഇവിടെയും നിർണയിക്കപ്പെട്ട ഭാഗങ്ങളിൽ ദൈവനിർമ്മിതമല്ലാത്ത ആഭരണങ്ങൾ ഉപയോഗിച്ചും വരയും കൊരയും കാണിച്ച്
മറുകും പൊട്ടും തൊട്ട് പല ദേവന്മാരുടെയും അന്യദേവന്മാരുടെ രൂപങ്ങൾ ചിത്രീകരിച്ച് ദൈവത്തിങ്കിൽ നിന്ന് ഭൂമിയെ അകറ്റിക്കളയുവാൻ നടക്കുന്ന ആഭിചാരത്തിൻ്റെ വ്യാപാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വീണ്ടും ഞാൻ ശാസിക്കുകയാണ്. ഞാനിവിടെ പരസ്യമായി പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല, പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. ആവർത്തനം ചിലരെങ്കിലും പുതുതായിട്ട് കേൾക്കും. അഘോരി വിഭാഗത്തിൽപ്പെട്ട ഒരു മാന്ത്രികൻ ഒരിക്കൽ ആ റൂമിനകത്ത്, എൻ്റെ റൂമിനകത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്ന ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ കാതിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന കുണുക്കിനകത്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഒന്നും രണ്ടും പേരുടെ അല്ല അങ്ങനെ ബോധ്യപ്പെട്ട, ഒത്തിരി പേരുടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പറഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല. അവന് മനസ്സിലായേക്കുമെന്ന് എനിക്ക് തന്നെ അങ്ങ് തോന്നി. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, നീ ഈ കാത് കിഴിച്ച് കെട്ടിത്തൂക്കിയിരിക്കുന്ന സൂത്രത്തിന് അർത്ഥമുള്ളതാണെന്ന് അറിയാമോ? അതിലെന്നോട് നേരെ പറഞ്ഞ, നിൻ്റെ ക്രിസ്ത്യാനിക്ക് ഇത് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് നന്നായി അറിയാം, അർത്ഥമുള്ളത് കൊണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അയാൾ പറഞ്ഞ വാചകമാണ്. അയാൾ പറഞ്ഞ അടുത്ത സെൻറ്റൻസും കൂടെ ഞാൻ പറയാം. സാധാരണഗതിയിൽ അഘോരികളുടെ ഒരു പൂജ നടത്തണമെങ്കിൽ 1,111 രൂപയാണ് അതിൻ്റെ ചാർജ്. 1,111 രൂപയാണ് അതിൻ്റെ ചാർജ്. പക്ഷെ എനിക്കൊരു പൂജ നടത്തണമെങ്കിൽ 111 രൂപ കൊടുത്താൽ മതി. അതതിൻ്റെ സാക്ഷാൽ വസ്തുക്കളുടെ വിലയാണ്. 1,00,000 രൂപ എനിക്ക് ഇളച്ചു തരും. കാരണം ഞാനൊരു അഘോരി ആയതുകൊണ്ട് എനിക്ക് പൂജ നടത്തണമെങ്കിൽ, പക്ഷേ ആ പൂജകൾ കൊണ്ടൊന്നും എനിക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് ഇതിനകത്തുള്ളത്. അത് മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മഹാകരുണയാൽ അന്ന് പകലത് അഴിച്ചു മാറ്റുവാൻ സ്വർഗം കൃപ ചെയ്തു. ചില ശക്തികൾ കെട്ടിത്തൂക്കിക്കൊണ്ട്, ചില ശക്തികൾ പറഞ്ഞു വെച്ചുകൊണ്ട്, എം എ വർഗീസ് ഇതൊന്നും പറഞ്ഞാൽ ഞങ്ങൾ നാളെ ഇവിടെ വരത്തില്ല, നിങ്ങൾ നരകത്തിൽ പോയി, ഞാൻ എന്നെ വേണം. എനിക്കറിയാവുന്നത് തുറന്ന് പറഞ്ഞുകൊട്ടെ. ഒരാളും കൂടെ ഗുണപ്പെടുന്നെങ്കിൽ ഗുണപ്പെടട്ടെ. ഒരാളും കൂടെ നശിക്കുവാനുള്ള ചിലതിൻ്റെ നടുവിൽ നിന്ന് നന്നാകുവാനുള്ള ചിലതിനെ വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവിന് തിരിക്കണമെങ്കിൽ ലോകവ്യാപകമായി ശ്രദ്ധിച്ചു. ഈ സൈനികൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ആ കാർമേഘമണ്ഡലത്തിൻ്റെ മുകളിൽ വട്ടം തിരിയുന്ന ശക്തികളെ ആകർഷിച്ചു കൊണ്ടുവന്ന് ഭൂമിയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ച വ്യക്തികളെ ആ ദൈവങ്ങൾക്ക് വിട്ടുകൊടുത്തു, ആ ശക്തികൾക്ക് വിട്ടുകൊടുത്തു. അവർ കൊണ്ടുവന്ന ചിഹ്നങ്ങളുടെ വേറൊരു രൂപമാണ് ഞാൻ ഇവിടെ എടുത്തു കാണിക്കുന്നത്. മാറുകയാണ്. ഈ പദം ബഥേലിന് പരിചയമുള്ളതാണ്. അന്ന് ഇതിൻ്റെ പരിണിതമായി ഭൂമി വിഭജിക്കപ്പെട്ടു. രണ്ട് ദൈവം ഭൂമിയെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒരു സ്ഥലത്തു കൂടി 70% സ്ഥലം വെള്ളം ഓക്യുപ്പൈ ചെയ്തു. അതിനെ സമുദ്രമെന്ന് വിളിച്ചു. 30% സ്ഥലം മിച്ചം വന്നു. അതിനെ ഉണങ്ങിയ നിലമായി കര എന്ന് വേർതിരിച്ചു. എന്നാൽ ദൈവം നിമ്രോദിൻ്റെ കാലത്ത് ഭൂമിയെ വിഭജിച്ച് കളഞ്ഞു. സബ് കോണ്ടിനെൻസും കോണ്ടിനെൻസും ഐലൻഡ്സും ഒക്കെയായി ഇതിനെ ആകപ്പാടെ അടിച്ച് ഉടച്ചു കളഞ്ഞു. ദി ട്വിസ്റ്റഡ് ലാംഗ്വേജ് 11-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി 11:7 ലാംഗ്വേജ് ദൈവം ഭാഷ കലക്കി കളഞ്ഞു. സ്കാറ്റേർഡ് ദ പീപ്പിൾ അറൗണ്ട് 11:8 സോൾ ടു ലെസർ പവേഴ്സ് ഓർ ഗോഡ്സ്. ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാതെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് GOD എന്നിട്ടാൽ അത് ജീവനുള്ള ദൈവത്തെ അല്ല സൃഷ്ടാവായ ദൈവത്തെ അല്ല ചിത്രീകരിക്കുന്നത്, അതിനേക്കാൾ താണ വീണുപോയ ശക്തികളെയാണ്. ഒരിക്കലൊരാൾ എനിക്കൊരു SMS അയച്ച കൂട്ടത്തിൽ ഈ സ്മോൾ ലെറ്റർ G ഉപയോഗിച്ചുകൊണ്ട് ഐ വാണ്ട് ടു ഡു എനിത്തിങ് പോസിബിൾ ടു ഗോഡ്, സ്മോൾ ലെറ്റർ G ഉപയോഗിച്ചത്. എൻ്റെ പേർക്ക് ഒരു SMS തന്നു. ഞാൻ അദ്ദേഹത്തിന് മറുപടി അയച്ചു, ഫസ്റ്റ് യു സ്റ്റാർട്ട് യൂസിങ് ക്യാപിറ്റൽ ലെറ്റർ G ഫോർ മൈ ഗോഡ്. കുറഞ്ഞ പക്ഷം നീ അത്രമേലും അറിഞ്ഞിരിക്കുക ഈ വിഡിത എഴുന്നള്ളിക്കുന്നതിന് മുമ്പേ. സ്മോൾ ലെറ്റർ G ഉപയോഗിക്കുന്നത് വീണുപോയ ശക്തികൾ, അവയ്ക്കും ശക്തിയുണ്ട്. എന്നാൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെ, പരമോന്നതനായ ദൈവത്തെ ചിത്രീകരിക്കേണ്ടതിനാണ്. ആവർത്തന പുസ്തകം 32:8 ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ ഇങ്ങനെ എഴുതി, ഹി സോൾഡ് ദം ഔട്ട്. ജനത്തെ സാധാരണ താണശക്തികൾക്ക് വേണ്ടി വിറ്റ് കളഞ്ഞു. അവയുടെ അടയാളങ്ങൾ അവൾ ധരിച്ചു തുടങ്ങി. 32:8 ദൈവം ജാതികൾക്ക് അതിര് വെക്കുമ്പോൾ വീണുപോയ ദൂതന്മാരെ കുറിക്കുന്ന സൺസ് ഓഫ് ഗോഡ് എന്ന പദത്തെക്കുറിച്ച് പറഞ്ഞു. അവർക്കൊത്തവണ്ണം ദൈവം ഭൂമിക്ക് അതിര് വെച്ചു. ജാതികളുടെ അവകാശം അതായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അവകാശം അബ്രഹാമിൻ്റെ മക്കളാണ് എന്ന് ദൈവം വിളിച്ചു പറഞ്ഞു. ഞാൻ ഈ ഭാഗങ്ങൾ വിശദീകരിച്ചതുകൊണ്ട് അവിടുന്ന് മാറട്ടെ. ഫോളൻ ഏഞ്ചൽസിനോട് നമുക്ക് യുദ്ധമാണുള്ളത്, നമുക്കവൻ്റെ അംഗീകാര്യമല്ല, യുദ്ധമാണുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും
ആ സ്വർഗ്ലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ എന്ന് തിരുവചനം പറയുന്നു. ഈ ജാതികളായി അവരെ വിൽക്കുകയും അവർക്ക് ദൈവം ആ ഭരണത്തിൻ്റെ അധികാരം കൈമാറുകയും ചെയ്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 യേശു തന്നെ പറയുന്ന ഒരു പദമുണ്ട്, ജാതികളുടെ കാലം തികയുവോളം. ദൈവം ജാതികൾക്ക് ഭരിക്കേണ്ടതിന് ഒരു കാലം തീരുമാനിച്ചു. എന്നു മുതൽ? നിമ്രോദിൻ്റെ കാലം മുതൽ. യെരമ്യാ പ്രവചനം 27:6-7 വാക്യങ്ങൾ ഭയങ്കര പ്രാധാന്യമാണ്. ഇപ്പോഴോ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ഞാനതിനെ കൊടുത്തിരിക്കുന്നു. ഒരു ദേശത്തെ, ബാബേൽ സാമ്രാജ്യത്തെ ഞാൻ നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ദൈവം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാ. സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശത്തിൻ്റെ കാലാവധി ആകുവോളം സേവിക്കും. ഒന്ന് നിർത്തി പറഞ്ഞോട്ടെ, ഞാൻ ബാബേൽ രാജാവിനെ ഇങ്ങോട്ട് വിളിച്ച് ബാബേൽ സാമ്രാജ്യം ജാതികളെല്ലാം കൂടെ ഒന്നിച്ച് ഭരിക്കാൻ ദൈവം അനുവദിച്ചില്ല, ഇടിച്ചങ്ങ് ചെതറിച്ചു. കാര്യം നിമ്രോദിൻ്റെ ഭരണകാലത്ത് ജാതികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയാണ് ഭരിച്ചിരുന്നത്. നിമ്രോദിൻ്റെ ഭരണത്തോടുകൂടെ പൈശാചിക ശക്തികൾ ഇവിടെ കൊണ്ടുവരുവാൻ തീരുമാനിച്ച ആളുകളെ ജാതികളെന്ന് തരംതിരിക്കുകയും അവരെ ചിഹ്നിച്ചു കളയുകയും ചെയ്തു. അതിലൊന്നാണ് ബാബേൽ. ബാബേലിനെ കുറിച്ച് യഹോവയായ ദൈവം യെരമ്യാവ് മുഖേന അരുളി ചെയ്തു, ബാബേൽ സാമ്രാജ്യത്തെ ഞാൻ നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനും 2 അവൻ്റെ മകനും 3 അവൻ്റെ മകൻ്റെ മകനും, ഈ 3 പേർ ഭരിച്ചു കഴിയുമ്പോൾ അവരുടെ കാലാവധി തീരും, ബാബിലോൺ പോകും. ജാതികളുടെ ഭരണത്തിന് അതിരുകൾ വെച്ചു. ബാബേൽ ഇന്നിടം മുതൽ ഇന്നിടം വരെയാണ്. കാലത്തിന് അതിരി വെച്ചു, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ. ഇങ്ങനെ വ്യത്യസ്ത ജാതികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭരിക്കുവാൻ ദൈവം അവർക്ക് കാലങ്ങളും സമയങ്ങളും തീരുമാനിച്ചു പറഞ്ഞു. ഇതിനെ മുഴുവനും കൂടെ എടുത്താൽ വിളിക്കാം ജാതികളുടെ കാലം. ജാതികളുടെ കാലത്ത് അവർ ഭരിക്കാൻ പറഞ്ഞു. അതേസമയം ദൈവം മറുവശത്ത് അബ്രഹാമിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, മോനെ അബ്രഹാമേ നീ വാ, ഞാൻ ചില ആഴങ്ങളിലോട്ട് ഇറങ്ങാൻ പോവുക, എന്തോ പരിശുദ്ധാത്മാവെന്നെ നടത്തുന്നു, നീ വാ. എനിക്കൊരു വാഗ്ദത്തമുണ്ട്, സ്ത്രീയുടെ സന്തതിയായി ഇറങ്ങി വരുന്നവൻ സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന്. അത് നടക്കണമെങ്കിൽ വിറ്റുകളഞ്ഞ ജാതികളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കത്തില്ല. ഞാൻ ഇന്നലെ എറണാകുളത്ത് പാസ്റ്റർ സതീഷിൻ്റെ ചർച്ചിലായിരുന്നു ശുശ്രൂഷിച്ചത്. സതീഷ് നമ്മുടെ ചർച്ചിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് ഇവിടെ വെച്ച് സ്നാനപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആദ്യ ഫലമായി സതീഷ് ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞു. സതീഷ് ഇവിടുത്തെ മീഡിയ സെക്ഷൻ ആദ്യമായി കൈകാര്യം ചെയ്തു. മീഡിയയിൽ വെച്ച് ചില മെസ്സേജസ് എഡിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തൻ്റെയും അകത്തോട്ട് ദൈവം ശക്തമായി ഇടപെട്ടു. ജോലിയൊക്കെ വിട്ടേച്ച് അദ്ദേഹം കേരളത്തിൽ പോയി വിവാഹിതനാണ്. ഒരു സഭയെ തനിക്കൊണ്ട് തൻ്റെ ഒരു ഓഫീസ് പുതുതായി ഉദ്ഘാടനം ചെയ്യേണ്ടതിനും കൂടെയാണ് ഞാൻ ഇന്നലെ പോയത്. ഇന്നലെ ഞങ്ങളോട്, ഞാനും ചിന്നമ്മയുണ്ടായിരുന്നു, ചിന്നമ്മ വന്നിട്ടില്ല, തമിഴ് മീറ്റിങ്ങിന് അവൾ പോയിരിക്കുകയാണ്. തമിഴിലെ സഭായോഗത്തിന്, ഇന്ന് നമ്മുടെ തമിഴിലെ സഭായോഗത്തിന് അവളെ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇന്നത്തെ സഭായോഗത്തിന് വന്നുള്ളൂ. ഇന്നലെ ഞങ്ങൾ 2 പേരും എറണാകുളത്തുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ദൈവത്തിൻ്റെ കരുണയാൽ ഈ വർഷം കൂടെ ആരംഭിച്ചത് ചേർത്താൽ 75 ബ്രാഞ്ച് സഭകൾ ഞങ്ങൾക്കുണ്ട്. ഇത് ഒരുത്തനെ ഉപയോഗിക്കുന്നതാ. ഇതിനകത്തൊന്ന് എഴുന്നേക്ക് കുറച്ചെണ്ണം 1000 പേര് കൂടുന്ന സഭകൾ പലതുണ്ടെങ്കിലും 1500 നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ പലതിനും കഴിയാതെ വരുമ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ നേതാക്കന്മാർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പിശാചൻ, നീ പള്ളു പറഞ്ഞാൽ നിനക്കിഷ്ടപ്പെട്ടെന്ന് വന്നില്ലെങ്കിൽ അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾക്ക് വിഷയം ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ സന്തതി രംഗത്ത് വന്നേ മതിയാകൂ. അബ്രഹാമേ, ഞാൻ അങ്ങയ്ക്കൊരു ശകലം സ്ഥലം തരാം, അതിനകത്തെൻ്റെ പ്രമാണമനുസരിച്ച് അങ്ങ് ജീവിക്കണം, അങ്ങയിൽ നിന്ന് എൻ്റെ മകൻ ജനിക്കണം, ജാതികൾക്കായി വിറ്റത് പോയി, അങ്ങ് എനിക്ക് വേണ്ടി നില്ല്. അങ്ങനെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം ആരെയെങ്കിലും അനുഗ്രഹിച്ചെങ്കിൽ അത് പ്രൂവ് ചെയ്യാതെ പറ്റത്തില്ല. ഈ ടെസ്റ്റിലാണ് ഒരുപാട് പേര് തട്ടിപ്പോകുന്നത്. തെളിയിച്ചേ പറ്റൂ. നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ ഇസഹാക്ക് 2 മക്കൾ ജനിച്ചിരുന്നു. ഒന്ന് ഇസ്മായേലും മറ്റേത് ഇസഹാക്കുമായിരുന്നു. ഉള്ള പോക്കിൽ ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന തർസീസ് വർത്തകന്മാരും തർസീസും പിന്മാറും. അങ്ങനെ ഇവരും ചേർന്ന് മറുഭാഗത്താകും. ഇസ്രയേൽ ഒറ്റയ്ക്ക് ഒരു സൈഡിലും. ദൈവം 25 ലക്ഷത്തിൽ 1 ഭാഗം അബ്രഹാമിൻ്റെ കൊടുത്തു പറഞ്ഞു, ഇത് നീ നോക്കിയാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം, ജാതികൾ ഭരിക്കട്ടെ. ആ ജാതികൾ ചേർന്ന് ഒരു ഭാഗത്തുമായി ഒരു മഹായുദ്ധം നടക്കും. അതായിരിക്കും സെക്കൻഡ് ഫേസ്. ഇതാണ്
വേൾഡ് വാർ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടാകുന്നത് എന്തെന്നാൽ, എസെക്കിയേൽ 38, 38, 39, 2 അധ്യായങ്ങളിൽ നിന്നാണ്. കർത്താവ് അനുവദിച്ചാൽ വരുന്ന ആഴ്ചയിൽ ഒന്നുകൂടെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വായിക്കും. മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി ഗോഗ് ദേശത്തിലുള്ള ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഈ ഗോഗെന്നും മാഗോഗെന്നും ഒക്കെ പറഞ്ഞാൽ എന്തവാ? യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഈ അധ്യായങ്ങളിൽ അപരിചിതമായ പല പേരുകളും, ഗോത്രങ്ങളുടെ പേരുകളും സ്ഥലങ്ങളുടെ പേരുകളും ഉണ്ട്. ഇതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം ഒന്ന് നോക്കണം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം നോക്കിയാൽ ഇതിൽ പലതിൻ്റെയും വിശദീകരണം കാണാം. ഉൽപ്പത്തി 10-ന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവിത്. ജലപ്രളയത്തിൻ്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മദായി, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. ചില പേരുകൾ കോമണായി നിങ്ങൾ കണ്ടോ? രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ്. നോഹയുടെ ജലപ്രളയത്തിൻ്റെ ശേഷം ഭൂമിയിൽ ജനം വർദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളുമാണ് ഈ പേരുകൾ വഹിച്ചവർ. അങ്ങനെ പറഞ്ഞ് ഇന്ന് ചുരുക്കുക. അവരുടെ എല്ലാം കൂടെ ദേശത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് പറയുന്നത് രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. ഗോഗിൻ്റെ പുത്രന്മാർ ഒക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തോഗർമ എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ചില രാജ്യങ്ങളാണ്. ജർമ്മനിയെ കുറിക്കുന്നതാണ് പ്രധാനമായിട്ടും. രോഷ് എന്നത് റഷ്യയെ കുറിക്കുന്ന പദമാണ്. മേശക് എന്നത് മോസ്കോയെ കുറിക്കുന്ന പദമാണ്. ഇങ്ങനെ വേദപുസ്തകത്തിൽ ചരിത്രത്തിൽ നിന്നെടുത്ത പല പദങ്ങളും ഒന്നിച്ചു ചേർത്ത് എസെക്കിയേൽ പറയുകയാണ്, ഇവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. എസെക്കിയേൽ 39-ാം അധ്യായത്തിൽ കാണുന്ന സ്ഥലങ്ങളും ഇവ തന്നെയാണ്. അവിടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലുള്ള ഗോഗിൻ്റെ നേരെ മുഖം തിരിച്ച് അവരോട് പ്രവചിച്ച് പറയേണ്ടത്. ഞാൻ ചില സ്ഥലങ്ങൾ മാത്രം ഒന്ന് എടുത്തു കാണിക്കട്ടെ. രോഷ് റഷ്യയെ കുറിക്കുന്നു, മേശക് മോസ്കോയെ കുറിക്കുന്നു, തുബൽസ്കോയെ കുറിക്കുന്നു. പ്രഭു എന്നതിന് തലവൻ എന്നർത്ഥം വരുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഭു കാശുള്ളവനെന്നല്ല, അവർക്ക് തലവനായി നീ വെക്കുക. മാഗോഗ് മംഗോളിയൻ ദേശത്തെ ചിത്രീകരിക്കുന്നതാണ്. ചൈനയും ജപ്പാനും ഒക്കെ ഈ കൂട്ടത്തിൽ പെടുമെന്നാണ് വേറൊരു ഭാഷയിൽ. അങ്ങനെ ഒരു സമ്മിശ്ര പുരുഷാരമായിരിക്കും ഇസ്രയേലിന് നേരെ യുദ്ധത്തിൽ വരുന്നതെന്ന് 39:11 കിടപ്പുണ്ട്. ഗോമർ എന്നത് ജർമ്മനിയെ കുറിക്കുന്നതാണ്. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇനി കുറച്ച് മനസ്സിലാകാൻ തുടങ്ങും. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു, നീ മേധാവിയായിരിക്കുക. ഞാൻ നിന്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ ഇസ്രയേലിന് നേരെ കൊണ്ടുവരും. എൻ്റെ സമയമാകുമ്പോൾ അടുത്ത ട്രിഗർ വലിക്കുമ്പോൾ, ഇപ്പോൾ ട്രിഗർ വലിച്ചിട്ടുണ്ട് 7-ാം തീയതി, പിടികിട്ടുന്നുണ്ടല്ലോ. ഈ 7-ാം തീയതി ട്രിഗർ വലിച്ചിട്ടുണ്ട്. ഈ ട്രിഗർ വിളിച്ച് കാണിക്കുന്നത് ഞാൻ നിന്റെ താടിയെല്ലിലോട്ടൊരു ചൂണ്ടൽ കൊളുത്തും. കാര്യം, തകർന്നു പോയ റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ പണിയണമെങ്കിൽ കുറേ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇന്ന് സമ്പൽ സമർത്ഥമാണ്. എണ്ണ വിറ്റ കാശാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഈ പശ്ചിമേഷ്യയിലുള്ള പണം പിടുങ്ങണമെങ്കിൽ നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി, കാശ് കണ്ടാണ് ഇവൻ്റെ വരവ്, നിന്നെ കൊണ്ടുവന്നേ മതിയാകെയുള്ളൂ. മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക ബലം എണ്ണ വിറ്റ കാശാണ്. പക്ഷേ ഇസ്രയേലിനെ ഇങ്ങോട്ടെടുത്താൽ, ചാവുകടലിലെ വെള്ളം മാത്രം എടുത്താൽ $1,027 ബില്യൺ ധാതുക്കൾ അതിനകത്ത് കിടപ്പുണ്ടെന്ന്. ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തുകയാണ്. എൻ്റെ അകത്തൊന്നും കയറുകയില്ല. ഒരു ട്രില്യനൊക്കെ കാണാതെ എണ്ണാൻ അറിയാവുന്നവരോടുണ്ടായിരുന്ന പണ്ട് PhD കൊണ്ടുപോയതിന്. എനിക്കൊന്നും അറിയത്തില്ല, അത് ഭയങ്കര ഫിഗറാണ്. $1,027 ബില്യൺ ഏതാണ്ട് 10 വർഷത്തിന് മുന്നമേ ചാവുകടലിൽ കിടക്കുന്ന ധാതുക്കൾക്ക് വില അനുമാനം കൊടുത്തിരിക്കുന്നത്. ചാവുകടലിൻ്റെ പ്രത്യേകത എന്തുവാണ്? സോതോമിനെയും ഗോമോറയെയും നശിപ്പിക്കേണ്ടതിന് ദൈവം അവിടേക്കൊരു മഴയെ അയച്ചു, അഗ്നിമഴ. ആ മഴയ്ക്കകത്ത് ഒരുപാട് ധാതുക്കൾ വീണു. ആ ധാതുക്കൾ ചാവുകടലിൽ ലയിച്ച് കിടപ്പുണ്ട്.
അതിനെ ഒന്ന് എടുത്ത് ഒന്ന് വിഘടിപ്പിച്ചെടുക്കാമെങ്കിൽ 1,027 ബില്യൺ ഡോളർ തുടങ്ങിയ ഒരുപാട് വിലപിടിപ്പുള്ള ധാതുക്കൾ അതിനകത്ത് കിടപ്പുണ്ട്. അനവധി ദുരുദ്ദേശങ്ങളുമായിട്ടാണ് റഷ്യ വരുന്നത്. കാര്യം എനിക്ക് സമ്പത്തെടുക്കണം, കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും ധനത്തെ മോഹിക്കുവാനുമാണോ നീ വരുന്നത്? അമേരിക്ക ഇത് ചോദിക്കുന്നില്ലെങ്കിലും അവൻ്റെ അകത്ത് കിടപ്പുണ്ട്, എടാ ഇത് മറ്റവന് കൊടുക്കരുത്, കൊടുത്താൽ ഇവൻ ഈ കാശ് കൊണ്ട് നമ്മളെ തൊലയ്ക്കും. എസെക്കിയേൽ 38:8 ഇസ്രയേലിന് നേരെ നീ വരും. എസെക്കിയേൽ 38:9 നീ മഴക്കോൾ പോലെ കയറി വരും. നീ കയറി വരുന്ന വരവ് കണ്ടാലുണ്ടല്ലോ, ഈ പ്ലെയിനുകൾ ഒരുമിച്ചൊരു ഫോർമേഷൻ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുന്നത് മഴക്കാർ വരുന്ന പോലെ ഇരിക്കും. ഒരുപാട് പേർക്കറിയാം ഇന്നത്തെ പുത്തൻ യുദ്ധ ഉപകരണങ്ങൾ വഹിക്കുന്ന പ്ലെയിനുകളുടെ കളർ അടിച്ചിരിക്കുന്നത് മഴക്കാറിൻ്റെയാണ്. എന്നെ അക്യുറസിയിലാണ് ഈ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതി വെച്ചതെന്ന് കണ്ടിട്ടുണ്ടോ? നീ മഴക്കോൾ പോലെ കയറി വരും, ആകാശം കവർ ചെയ്തുകൊണ്ട് നീ കയറി വരും. ശെബയും ദാദാനും തർശീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും ബ്രിട്ടനും അതിൻ്റെ ആളുകളും ചേർന്ന് നീ കൊള്ളയിടാനാണോ വരുന്നത് എന്ന് ചോദിച്ച് ഇസ്രായേലിന് സഹായമായി വരും. പക്ഷെ ഞാൻ തിരിച്ചടിക്കും. യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ തിരിച്ചടിക്കും. ഞാൻ യുദ്ധം ചെയ്യുന്നത് അമ്പും വില്ലും കൊണ്ടല്ല, ഞാൻ യുദ്ധം ചെയ്യുന്നത് വാർപ്ലെയിൻ കൊണ്ടല്ല, നാച്ചുറൽ റിസോഴ്സിലാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. നീ ബോംബുമായി വരുമ്പോൾ ഞാൻ ഫിസിക്കൽ ഏരിയയിൽ നിന്ന്, നാച്ചുറൽ ഏരിയയിൽ നിന്ന് യുദ്ധം ചെയ്യും, ഞാൻ സ്പിരിച്വൽ ഏരിയയിൽ നിന്നും യുദ്ധം ചെയ്യും. 38:20 എപ്പിഡമിക് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകും. 3-ാം ലോക മഹായുദ്ധത്തിൽ ദൈവത്തിൻ്റെ ആയുധങ്ങളായി ദൈവം ഉപയോഗിക്കുന്ന ഒന്ന് എപ്പിഡമിക്, പകർച്ചവ്യാധിയാണ്. 2020 യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കേണ്ടതായിരുന്നു. അന്ന് ഒരൊറ്റ കൊറോണ കാരണമാണ് ലോകം മുന്നോട്ട് മാറിയത്. കാര്യം ഇത് യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയം പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. എന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല, പിതാവിനെ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. എന്നാൽ ഏറെക്കുറെ ഒരു സാധ്യത 2020 ഉണ്ടായിരുന്നു. ഒരൊറ്റ കൊറോണയാണ് അതിൻ്റെ സമയം മാറ്റിയത്. മതിയായ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത്, തമാശ പറയല്ല. ഒരൊറ്റ കൊറോണ കാരണമാണ് ദൈവം അതിൻ്റെ സമയം എടുത്തു മാറ്റിയത്. പകർച്ചവ്യാധികൾ ദൈവത്തിൻ്റെ പ്രധാന ആയുധങ്ങളിൽ ഒന്നാണ്. ഇനിയും 39:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കെമിക്കൽ റിയാക്ഷനുള്ള വെപ്പൺസ് ദൈവം ഉപയോഗിക്കുമെന്ന് കാണാം. പരിച, പലക, 39:9 മുതൽ 10 വരെയുള്ള വാക്യം, 9ഉം 10ഉം വാക്യങ്ങളിൽ പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ റോക്കറ്റും അതിനോട് ചേർന്ന ആൻറ്റി മിസൈലുകളും എടുത്ത് നീ തീ കത്തിക്കുമെന്ന്. ബാസ്ലാവുഡ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ബാസ്വുഡ് എന്നതിനെ ടെക്നിക്കൽ ഫോമിൽ വിളിക്കും, എന്നറിയപ്പെടുന്ന ഒരു വസ്തു കൊണ്ടാണ് ഇന്നത്തെ റോക്കറ്റുകളുടെ ഔട്ടർ ബോഡി ഉണ്ടാക്കുന്നത്. ഈ റോക്കറ്റുകളുടെ ഔട്ടർ ബോഡി ഹമാസി കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ഫയർ ചെയ്ത 5000 എണ്ണമാണ്. പക്ഷേ അതൊരു അഴുക്കായിരുന്നു, വില കുറഞ്ഞ സാധനമാണ്. അത് വെറും പൈപ്പുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മാന്യമായ രാജ്യങ്ങൾ ഉപയോഗിക്കുവാൻ പോകുന്ന റോക്കറ്റുകൾ അതുകൊണ്ടല്ല ഉണ്ടാക്കുന്നത്. ഗൗരവമേറിയ ചില വസ്തുക്കൾ കൊണ്ടാണ് അതിൻ്റെ ഔട്ടർ ബോഡി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഔട്ടർ ബോഡി ഉണ്ടാക്കുന്ന വസ്തുവിനെ ബാസ്വുഡ് എന്നും ബാൽസാവുഡ് എന്നും 2 പേരിൽ അറിയപ്പെടും. ബാൽസാവുഡ് എന്നത് കെമിക്കൽ പേരാണെന്ന് തോന്നുന്നു, ബാസ്വുഡ് എന്നത് അതിൻ്റെ നിക്നെയിം ആയിരിക്കും. ഇതുകൊണ്ടാണ് ഇതിൻ്റെ കവർ ഉണ്ടാക്കുന്നത്. ഇരുമ്പിനേക്കാൾ 3 ഇരട്ടി ദൃഢതയാണ് ഇതിനുള്ളത്. ഇരുമ്പിനേക്കാൾ 3 ഇരട്ടി ദൃഢതയാണ്. അതേസമയം ഇലാസ്റ്റിക്കുമാണ്. ഇതിൻ്റെ വലിയ പ്രത്യേകത, ഇത് തീ കത്തുന്നതാണ്. ഇത് അടുപ്പി വെച്ച് തീ കത്തിച്ചാൽ തീ കത്തുന്നതാണ്. ഇസ്രയേൽ ഈ വരുന്ന ആയുധങ്ങളുടെ കവറുകൾ മാത്രം പെറുക്കി 7 വർഷം തീ കത്തിക്കത്തക്കവണ്ണം ആയുധങ്ങൾ ഇസ്രയേലിൽ വന്ന് പതിക്കും. 8000 വർഷത്തിന് മുമ്പ് എഴുതിയിരിക്കുന്ന പ്രവചനമായത് കേട്ടോ. അന്നത്തെ ഭാഷയിൽ കുറുവടി എന്ന് എഴുതിയെങ്കിൽ ഇന്നത്തെ പല ആയുധങ്ങളും കണ്ട കുറുവടിയുടെ ഷെയ്പ്പാ. അന്നത്തെ കാഴ്ചയിൽ കുന്തമെന്ന് എഴുതിയെങ്കിൽ പ്രവാചകൻ കണ്ട കാര്യം എഴുതി വെച്ചതാ കണ്ട കുന്തം പോലിരിക്കും. അന്നത്തെ ഭാഷയിൽ പലകയെന്ന് എഴുതിയെങ്കിൽ ഇന്നത്തെ
ആൻറ്റി മിസൈൽ യൂണിറ്റുകൾ നിങ്ങൾ കാണണം. പലക നിറച്ചു വെച്ച പോലെ കണ്ടാലിരിക്കുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് പ്രവാചകൻ എഴുതിയത്, ഇതെല്ലാം നീ കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? എൻ്റെ ജനത്തിന് 7 കൊല്ലം ചെലവ് കൂടാതെ തീ കത്തിക്കാനാ. ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ നടക്കും. കെമിക്കൽ യുദ്ധങ്ങൾ നടന്നിരിക്കും. സ്പെഷ്യൽ വാർ സെമിട്രി ഉണ്ടാക്കും. കാരണം ആറ്റം ബോംബ് കൊണ്ട് മരിച്ചവരുടെ ശവങ്ങൾ, അസ്ഥികളെ മിച്ചം വരത്തുള്ള അസ്ഥികൾ സാധാരണ ശവക്കോട്ടയിൽ ഇടത്തില്ല. അവരുടെ അസ്ഥികളിൽ തൊടുന്നവൻ്റെ കയ്യിൽ റേഡിയോ ബേൺസ് ഉണ്ടാകും. അതുണ്ടാകാതിരിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ അസ്ഥികൾ തപ്പുവാൻ വേണ്ടി ഇസ്രയേൽ അയക്കും. വേറൊരു കൂട്ടം ആളുകളെ ബോംബ് ഈ അസ്ഥികൾ പെറുക്കിയെടുക്കാൻ അയക്കും. അവർ പ്രത്യേക സംവിധാനങ്ങളോടുകൂടെ ഈ അസ്ഥികൾ പെറുക്കിയെടുത്ത് അവർക്ക് വേണ്ടി കൊടുത്ത പ്രത്യേക താഴ്വരയിൽ ഇവരെ അടക്കം ചെയ്യും. ഗോഗിന് വേണ്ടി ഞാൻ എൻ്റെ ദേശത്ത് ഒരു താഴ്വര ഒരുക്കിയിട്ടുണ്ട് അവൻ്റെ അസ്ഥി അടക്കാൻ. തമ്പുരാൻ അവിടം വരെ 8000 വർഷത്തിന് മുമ്പേ കണക്ക് കൂട്ടി. എപ്പിഡമിക് ഡിസീസസ് ഒരുപാട് പേർക്കുണ്ടാകും. ഇന്നുള്ള വസ്ത്രധാരണ രീതി പട്ടാളം മാറ്റും. നാളെ വിഷമുള്ള ശ്വാസം വരുന്നത് കൊണ്ട് ശ്വസിക്കേണ്ടതിനുള്ള സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് അവരുടെ തലയിൽ സെറ്റ് ചെയ്യും. ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് കണ്ടായിരുന്നു, ഇന്നലെ ഒരു വാർത്ത കണ്ടായിരുന്നു. ഹമാസിൻ്റെ തുരങ്കങ്ങളിലേക്ക് അമേരിക്കയോ ഇസ്രയേലോ എനിക്കറിഞ്ഞുകൂടാ, സഖ്യകക്ഷികൾ ഒരു വിഷവാതകം അയക്കാൻ പോവാന്ന്. നിങ്ങളാരെങ്കിലും കണ്ടായിരുന്നേ കൈയൊന്ന് കണ്ടോട്ടെ. 6 മണിക്കൂർ വരെ ശവം പോലും ഇവൻ അവിടെ കിടന്നോളും. ഇവന് റിയാക്ട് ചെയ്യാനൊക്കത്തില്ല. ചുമ്മാ പെറുക്കിക്കൊണ്ട് പോരുന്നാൽ മതി. ഒരു വിഷവാതകം. എടോ, ഹിറ്റ്ലറെ വിഷം കൊടുത്താണ് ഇസ്രയേലിനെ താൻ കൊന്നതെങ്കിൽ വിഷം നിൻ്റെ സ്വന്തം അല്ലടാ. ദൈവത്വം ഇതെടുത്ത് തിരിച്ചുപയോഗിക്കും. ഇവിടെ ഉപയോഗിക്കുമ്പോൾ കൊല്ലുകയില്ല, 6 മണിക്കൂർ നിശ്ചലരാക്കുകയേ ഉള്ളൂ. എന്നിട്ട് നിന്നെ പെറുക്കിക്കൊണ്ട് പോകാനാ. പക്ഷെ കൊന്നുകളയുന്ന വിഷം, കെമിക്കൽ വെപ്പൺസ്, ബയോളജിക്കൽ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കും. ഇന്ത്യയിലെ ക്രൈസ്തവരെ നശിപ്പിക്കുവാൻ ബയോളജിക്കൽ വെപ്പൺ, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നിർത്തുക. ഒരിക്കൽ കൊണ്ടുവരുവാൻ പ്ലാൻ ചെയ്ത പിശാചേ, നിനക്കറിയത്തില്ല നിന്റെ സന്തതി ബയോളജിക്കൽ വെപ്പൺസിന് ഇരയായി മാറും. അന്നത്തെ പട്ടാളക്കാർ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും ശ്വസിക്കുന്നത്. അവിടേക്ക് നമ്മൾ വരികയാണ്. കാര്യം വിഷം അന്തരീക്ഷത്തിൽ കയറും. പണ്ടൊരിക്കൽ കൊണ്ടുവന്ന ഒരു ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബും പിന്നെ വന്ന ഫാറ്റ്മാൻ എന്ന ആറ്റം ബോംബും ഹിരോഷിമയിലും നാഗസാക്കിയിലും 10,000-ങ്ങളെ ലക്ഷങ്ങളെ കൊന്നുകളഞ്ഞെങ്കിൽ ഇനിയും ഇന്ന് വരുവാൻ പോകുന്നത് അതിനേക്കാൾ വലുതാ. ഹിരോഷിമയിലും നാഗസാക്കിയിലും കൂടെ ഉപയോഗിച്ചത് 15 കിലോ ടൺ ആറ്റമിക് എനർജി മാത്രമേ ഉള്ളൂ 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചത്. പക്ഷെ ഇന്ന് ലോകത്തിൻ്റെ കയ്യിലിരിക്കുന്നത് 12,512 പ്രധാന യുദ്ധ വാർ ഹെഡ്സാണ് ആറ്റമിക് എനർജി ഉള്ളത്. ഡിക്ലെയർ ചെയ്തത് രഹസ്യത്തിലുള്ളത് അറിഞ്ഞുകൂടാ. ഇതിൽ ഓരോന്നിലും 500 കിലോ ടണ്ണെങ്കിലും ആവറേജ് വെയിറ്റ് ഉണ്ട്. 15 കിലോ ടണ്ണാണ് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചത് ലക്ഷങ്ങളുടെ മരണത്തിന്. ഇനി ഒരു 500 കിലോ ടൺ വീതം ആവറേജ് വലിപ്പമുള്ള 12,512 വാർ ഹെഡ്സ് ഡിക്ലെയർ ചെയ്തത് ഒരുമിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിഞ്ഞോണം. റഷ്യ മാത്രം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 1 ബില്യൺ 1 മില്യൺ ആണോടാ? 1 മില്യൺ ടൺ കപ്പാസിറ്റിയുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് റഷ്യ മാത്രം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വരാൻ പോകുകയാണ്. ദ ട്രിഗറിങ് ഓഫ് ഗാഡ്. 2023 ഒക്ടോബർ 7-ാം തീയതി ട്രിഗർ ചെയ്തത് ചെറുതല്ല, ഒരു വൻകിട നാശത്തിലേക്ക് നടക്കുകയാണ്. സഭയെ നമുക്ക് വേണ്ടിയും ട്രിഗർ ചെയ്തിട്ടുണ്ട്. ലോകം 2ആയി തിരിയും. ഞാൻ മുന്നോട്ട് പോട്ടെ. ഏറ്റവും പ്രധാനമായി കൂടിയാലോചിക്കേണ്ടിയിരുന്നത് ഇസ്രയേൽ അല്ല, ബ്രിട്ടനും അമേരിക്കയുമായിരുന്നു. പക്ഷെ ബ്രിട്ടനെയും അമേരിക്കയും അവിടുന്ന് തള്ളിമാറ്റി. എന്തുകൊണ്ടാണ് ഇസ്രയേൽ പ്രൈം മിനിസ്റ്ററെ ചിന്തിക്കാനിരുത്തിയത്? കർത്താവ് പറവാനുള്ളത്, മോനെ ഞാൻ അബ്രഹാമിനെയാടാ ഏൽപ്പിച്ചത്, അവൻ്റെ സന്തതിയായി ഇത് ചെയ്യേണ്ടത്. യുദ്ധം ചെയ്യുന്നത് പലരും ചേർന്നാ,
പക്ഷെ ഞാൻ ഏൽപ്പിച്ചത് അബ്രഹാമിന്റെ സന്തതിയെയാ, അവനെ ഞാൻ മറക്കത്തില്ല. ഇന്ന് പകൽ ദൈവത്തിങ്കിൽ നിന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദൈവദാസന്മാർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, ദൈവദാസിമാർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, കാലം മാറിയാൽ എൻ്റെ ദൈവം ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവനാകയാൽ, വിളിച്ച വിളി സ്ഥിരമാകയാൽ താൻ ആ വിളിയിൽ നിലനിൽക്കുന്നവനാണ്. ഞാൻ ഗാസയിൽ തീ അയക്കും, അതിൻ്റെ മതിലിനകത്ത് തീ കത്തും. ആമോസിൽ പറഞ്ഞതായത് ഒത്തിരി പേര് പറഞ്ഞതായതുകൊണ്ട് ഇനി ഞാൻ അവിടെ നിൽക്കുന്നില്ല. സെഫന്യാവ് 2:4 ഇത് തന്നെ ഉണ്ട്. ഫെലിസ്ത്യ ദേശത്തെക്കുറിച്ച് അത് പറയുന്നുണ്ട്. AD 135 ഫെലിസ്ത്യ ദേശം എന്ന് പേര് കിട്ടിയത്. ബേണിംഗ് ഗാസ നമുക്ക് കാണാൻ കഴിഞ്ഞ് നിർത്താൻ പോവുകയാണ്. 3-4 മിനിറ്റിനകം നിർത്തും. ബേണിംഗ് ഗാസ നമുക്ക് കാണാം. ബേണിംഗ് ഗാസയുടെ വേറൊരു രംഗമാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഫയർ ഇൻ ജെറുസലേം, യെരുശലേമിൽ തീ പിടിക്കുന്നതും. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ, വരുന്നിടത്ത് കണ്ടോളാം. ഇക്കൊല്ലം സ്നാനപ്പെടുന്നില്ല പാസ്റ്ററേ, വരുന്നിടത്ത് കണ്ടോളാം. ഇക്കൊല്ലം എൻ്റെ മക്കളെ തോന്നിയ വഴിയിൽ വിടുക പാസ്റ്ററേ, പിള്ളേർക്കതാ ഇഷ്ടം, വരുന്നിടത്ത് കണ്ടോളാം. ഇക്കൊല്ലം എൻ്റെ പിള്ളേരെ വേർപാട് ലംഘിച്ച് നടത്തുകയാ, അവർക്കതാ ഇഷ്ടം, വരുന്നിടത്ത് കണ്ടോളാം. മോനെ മറക്കല്ല്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞവർ തീയിൽ കിടന്ന് വേദനപ്പെടുന്നത് ഇന്ന് ജനം മറക്കരുത്. യെരുശലേമിലും തീ കത്തുകയാണ്. അതെ, ഫയർ ഇൻ ജെറുസലേം. എന്നാൽ ഈ യുദ്ധം നടക്കുന്ന കൂട്ടത്തിൽ റാപ്ചർ നടക്കും, വിശുദ്ധന്മാർ മാറ്റപ്പെടും. ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ വിശുദ്ധന്മാർ ഇവിടെ നിന്ന് മാറ്റപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഞാനത് അടുത്ത ആഴ്ച എടുത്തോളാം. ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ മാറ്റപ്പെടും. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് എന്തോ സംഭവിക്കുന്നത് അറിയാവോ? സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന മുള്ളുകളുടെ ഇടയിലെ താമരയാണെന്നാ. ഈ താമര ഇവിടെ നിന്ന് മാറിയാൽ മുള്ള് തന്നെ ശേഷിക്കും. തൊടുന്നവൻ അന്യോന്യം മുറിവേൽപ്പിക്കും. യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് വരുന്നവർ തമ്മിൽ പറഞ്ഞു, നമുക്കിനി അന്യോന്യം ഒന്ന് വെട്ടി നോക്കാമെന്ന്. ഓരോരുത്തൻ്റെ വാൾ അവൻ്റെ സഹോദരനെതിരെ തിരിയും. കാര്യം ഇത് മുള്ളു തന്നെ ശേഷിക്കുക. ഈ ലോകത്തിലെ ഉപ്പ് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളാ. ഉപ്പ് ഇവിടുന്ന് മാറിയാൽ ഉപ്പില്ലാത്ത ആഹാരം പോലെയും പ്രിസർവേറ്റീവ് ഇല്ലാതെ പ്രിസർവ് ചെയ്ത വസ്തുവിനെ പോലെയും ഇരിക്കും. കാരമില്ലാത്ത ഉപ്പ് ഇതിനകത്തുണ്ടല്ലോ. ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും അതിൻ്റെ ചൂടില്ലാത്തവനുണ്ടല്ലോ. പെന്തിക്കോസ്തുകാരനാന്ന് പറഞ്ഞാലും അതിൻ്റെ ഗമയില്ലാത്തവൻ, അതിൻ്റെ ചൂടില്ലാത്തവനുണ്ടല്ലോ. ഉപ്പില്ലാത്ത കാരമില്ലാത്ത ഉപ്പ് അത് ചുട്ടുകളയുവാൻ ഏൽപ്പിക്കും, ചവിട്ടിക്കളയുവാൻ ഏൽപ്പിക്കും. വെളിച്ചമായ സഭ ഇവിടുന്ന് മാറിയാൽ ഇരുൾ മാത്രമായി ഇവിടെ വരും. തുടർന്ന് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഇത് ഇസ്രായേലിനോടുള്ള പ്രവചനമല്ല, നമ്മോടുള്ള പ്രവചനമാണ്. ഇസ്രായേലിനോടുള്ള പ്രവചനങ്ങൾ മുഴുവനും ഞാൻ എടുത്തു. മലാഖിയുടെ പ്രവചനം 4:1 ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകുകയില്ല, അവരുടെ തീ കെടുകയില്ല. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല എന്ന് യേശുവും യെശയ്യാവിനെ കോട്ട് ചെയ്തുകൊണ്ട് എടുത്തു പറയുന്നത് കാണാം. എല്ലാവരും തീ കൊണ്ടുപ്പെടുമെന്ന്. ആ പദം ഭയങ്കരമാണ്. ആത്മീയനെയും അനാത്മീയനെയും, വിശുദ്ധനെയും അശുദ്ധനെയും എല്ലാത്തിനും തീ കൊണ്ട് ഉപ്പിടും. പക്ഷെ എന്നെ തീ കൊണ്ട് ഉപ്പിട്ടാൽ കത്താൻ എന്നിൽ ഒന്നും ഇല്ലെന്ന് ഉറപ്പുള്ളവർക്കായി സ്തോത്രം. എന്നെ തീ കൊണ്ട് ഉപ്പിട്ടാൽ കത്താനൊന്നും ഇല്ല. പലരിലും പലതും കത്തുമ്പോൾ എന്നിൽ കത്താനില്ല. തീ കൊണ്ട് ഉപ്പിടുന്ന ഒരു ദിവസമുണ്ടെന്ന് മറക്കണ്ട. ദ ഫോർമേഷൻ ഓഫ് വൺ വേൾഡ് ഗവൺമെൻറ് വരുന്ന ആഴ്ച ചിന്തിക്കും. ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റിനെ കുറിച്ച്, ഒരു എതിർ ക്രിസ്തുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതൊന്ന് ഓർമ്മിപ്പിച്ചു. നിൽക്കട്ടെ, ഇന്ന് ഞാനിവിടെ നിർത്തട്ടെ. ഒരു 7 വർഷത്തെ പീസ് ട്രീറ്റിയും നടക്കും. ഇസ്രായേലിനോട് യുദ്ധത്തിന് വരുന്നതിന് തൊട്ടു മുന്നമേ പല രാജ്യങ്ങളും ഇസ്രായേലിനോട് പീസ് ട്രീറ്റിയിലായി, സമാധാന ഉടമ്പടികളിലായി. ഈ സമാധാന ഉടമ്പടി വരുവാൻ പോകുന്ന നാശത്തിൻ്റെ സൂചനയാണ്. ലോകം നിങ്ങളോട് സമാധാന ഉടമ്പടി പറയുമ്പോൾ, തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊന്ന് ശാന്തമാക്കി പറഞ്ഞു നിർത്തി എന്ന് പറയുമ്പോൾ, വരുന്നു പുറകെ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ നാശം വരുമെന്ന് മറക്കരുത്. ഞാനിവിടെ നിർത്തട്ടെ. വരുന്ന ആഴ്ചയിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ബാലൻസ് തുടരാം. ഇന്ന് പകൽ കർത്താവ് വേണ്ടി സ്വയം ഒരുങ്ങുവാനും ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുവാനും
താല്പര്യപ്പെടുന്നവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നു. എല്ലാവരും കൂടെ എഴുന്നേക്കാനല്ല ഞാൻ പറഞ്ഞത്. ഐ റിപ്പീറ്റ്, എല്ലാവരും കൂടെ എഴുന്നേക്കാനല്ല. കർത്താവിന് വേണ്ടി ഒന്ന് സ്വയം പുനഃപ്രതിഷ്ഠ ചെയ്യുവാനും വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞോടേണ്ടതിന് എൻ്റെ ജീവിതം വിശുദ്ധിയിൽ നയിക്കുമെന്ന് പറയുവാനും യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നവർ ഒന്നെഴുന്നേറ്റോ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഈ പ്രിയപ്പെട്ടവരെ അടിയൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ദാസനെന്ന പദവിയിൽ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. പരിപാലനത്തിൻ്റെ ദൂതന്മാർ ഇവരോടുകൂടെ ഇന്ന് ഇറങ്ങിപ്പോകണമേ. ഈ പട്ടണം മുഴുവനും പരിപാലിക്കപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുകയാണ്. ദൈവകൃപയും കാരുണ്യവും അവരുടെ മേൽ ഇരിക്കണം. മഹത്വം മുഴുവനും കർത്താവ് എടുക്കണേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവിക പരിപാലനം അവരുടെ മേൽ കാണണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.